മഹാന്മാരെ അനുസ്മരിക്കുക. അതേപോലെ മരണപ്പെട്ട ആളുകൾക്ക് സ്മാരകം പണിയുക. അവരുടെ സ്മരണ ഇവിടെ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി വിവിധ സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കുക. ഇതൊക്കെ ദീനിൽ വലിയ അടിത്തറയുള്ള കാര്യങ്ങളാണ്. മരണപ്പെട്ടവരെ പിന്നെയും പിന്നെയും ഓർക്കുന്നതിൻ്റെ ഭാഗമായി ഷറഇൽ ഒരു പ്രത്യേക വിഷയം തന്നെയുണ്ട്, സദഖത്തുൻ ജാരിയ, എന്നും നിലനിൽക്കുന്ന സ്വതക്ക. അത് അവരെ എന്നും ഓർമ്മിക്കുന്നതാണ്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മരണപ്പെട്ടവരുടെ സ്മരണ. അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് എന്ന്. മദീന മുനവ്വറയിൽ ഒരു വേള മുസ്ലിംകളും മറ്റു പല വിശ്വാസികളും മദീനയിലുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരു സൊസൈറ്റിയായി രൂപപ്പെട്ട് വന്ന് ശക്തി പ്രാപിച്ചു വരുന്ന കാലം മദീനയിൽ ഒരു വെള്ളക്ഷാമമുണ്ടായി. അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും വെള്ളം വറ്റിപ്പോയി. കിണറുകളിൽ വെള്ളമില്ല, മറ്റു ജലാശയങ്ങളൊന്നുമില്ല. മദീനക്കാർ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു. ആ സമയത്ത് ഒരു സാധാരണക്കാരനായ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു സ്നേഹിതൻ്റെ പറമ്പിൽ നല്ല ഒരു കിണറും അതിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതൊരവസരമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. മദീനക്കാർക്ക് വെള്ളം അദ്ദേഹം വിൽപ്പന നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കുടിക്കാനും കുളിക്കാനുമൊക്കെ ഉള്ള വെള്ളത്തിന് പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നു. ഈ ഒരു വല്ലാത്ത സാഹചര്യം നിലനിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്നിട്ട് ഒരു കൂട്ടം സ്വഹാബാക്കൾ സങ്കടം പറഞ്ഞു, നബിയെ, പൈസ കൊടുത്ത് കുടിവെള്ളം വാങ്ങാന്ന് പറഞ്ഞാൽ, വെള്ളം പണം കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വിഷമിക്കുന്ന നമ്മൾ വെള്ളത്തിനും കൂടി പൈസ കൊടുക്കേണ്ടി വന്നല്ലോ നബിയെ. ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്താ സംഭവം? ആ ജൂതൻ്റെ കിണറ്റിലുള്ള വെള്ളത്തിന് അദ്ദേഹം പണം വാങ്ങുകയാണ്. അടുത്ത നിസ്കാരത്തിന് സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോടായി ചോദിച്ചു, ആ ജൂതൻ്റെ പറമ്പിലുള്ള കിണർ വില കൊടുത്ത് വാങ്ങാൻ ആരാണ് തയ്യാറുള്ളത് എന്ന് ചോദിച്ചു. ബിഅ്റു റുമാ എന്നാണ് ആ കിണറ്റിന് ചരിത്ര പ്രസിദ്ധമായ പേര്. ബിഅ്റു റുമാ പണം കൊടുത്ത് വാങ്ങാൻ ആരാണ് തയ്യാറെന്ന് ചോദിച്ചു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അവൻ വിൽക്കുമെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് മദീനയിലെ ധനാഢ്യനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ വലിയ ഈത്തപ്പന തോട്ടങ്ങളുള്ള മുതലാളിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആ ജൂതൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഈ കിണർ വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു അത്യാവശ്യമുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഇപ്പം നല്ലൊരു വില പറയാം. അവയുടെ മദീനയിൽ അങ്ങനത്തെ ഒരു കിണറിന് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി വില പറഞ്ഞു അദ്ദേഹം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തർക്കത്തിനൊന്നും നിന്നില്ല. നബിതങ്ങൾ ചോദിച്ചതാണല്ലോ, അതാരാണ് വിലക്ക് വാങ്ങാൻ? വലിയ വില കൊടുത്ത് ആ കിണർ കച്ചവടാക്കിയപ്പോൾ ആ ജൂതൻ പറഞ്ഞു, ഈ പൈസക്ക് ഞാൻ വിൽക്കുന്നത് കിണറിൻ്റെ പകുതിയാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്ത് ചെയ്യും?
അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, പകുതി മതി. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളൊരു നിബന്ധന വെച്ചു. എന്താണത്? പകുതി വിൽപ്പന എന്നത് കിണറ്റിൻ്റെ നടുക്കൊരു പാലം വെച്ചിട്ട് പകുതി നിനക്കും പകുതി എനിക്കും, അങ്ങനെ പകുതിയല്ല. പിന്നെയോ, പകുതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെള്ളം നിങ്ങളെടുക്കുക, നാളെ വെള്ളം ഞാനെടുക്കുക, മറ്റന്നാൾ നിങ്ങളെടുക്കുക, അതിന് പിറ്റേന്ന് ഞാനെടുക്കുക, ഇങ്ങനെ പകുതിയാക്കാം. ആ കരാറ് പ്രകാരം പണം കൊടുത്ത് കിണർ വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ കിണർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കരാറ് പ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദാഹിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉദാഹരണത്തിന് തിങ്കളാഴ്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമാണ്. മദീനക്കാർക്ക് മുഴുവനും വെള്ളം ഫ്രീ ആയിട്ട് കൊടുത്തു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ പിന്നെ ചൊവ്വാഴ്ച പൈസ കൊടുത്ത് വാങ്ങാൻ ആളെ കിട്ടുമോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവടത്തിൽ വലിയ അഗ്രസരനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. ജൂതൻ വധിച്ച് അതിപ്രയോഗിച്ചതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തിങ്കളാഴ്ച എല്ലാവരും വെള്ളം കോരിക്കൊണ്ടുപോയി കുളിക്കാനും കുടിക്കാനും ആവശ്യത്തിനൊക്കെ വെള്ളം സൂക്ഷിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ പണം കൊടുത്ത് വാങ്ങാൻ ആരുമില്ല. പിറ്റേത്തെ ദിവസം ബുധനാഴ്ചയായി, വീണ്ടും ആളുകൾക്കൊക്കെ വെള്ളം ഫ്രീ ആയി. ഒരാഴ്ച ഇങ്ങനെ തുടർന്നപ്പോൾ ജൂതൻ പറഞ്ഞു, എൻ്റെ ബാക്കി പകുതിയും കൂടി നിങ്ങൾക്ക് വിറ്റേക്കാം എന്ന് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിനു കൂടി വില കൊടുത്തിട്ട് ആ കിണർ മുഴുവനുമായിട്ട് വാങ്ങിയിട്ട് അത് മദീനയിലെ ജനങ്ങൾക്ക് മുഴുവനും, മദീനയിലെ ജീവജാലങ്ങൾക്ക് മുഴുവനും ഉപയോഗിക്കാൻ ആ കിണർ വഖഫ് ചെയ്ത് പ്രഖ്യാപിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജറ 1-ാം നൂറ്റാണ്ടിൽ മുത്തുനബിയോട് കൂടെ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഹിജറ ഇപ്പോൾ എത്രയായി? 1500 എത്തിയല്ലോ അല്ലേ? 1500 അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ 1450 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, ബിഅ്റു റുമാ എന്നും ബിഅ്റു ഉസ്മാൻ എന്ന പേരിൽ ആ കിണർ നിലനിൽക്കുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ വഫാത്തായിട്ട് കൊല്ലങ്ങൾ എത്രയായി? അവരുടെ സ്മാരകം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞാൽ നാശം അല്ല, മരണം എന്ന് പറഞ്ഞാൽ നശിക്കലല്ല. പിന്നെയോ, നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക. നമ്മൾ തൊട്ട് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിലാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറി. അതിനു മുമ്പ് എവിടെയാണ്? അതിന് മുമ്പ് ബാപ്പയുടെ പുതുകലാണ്. അതിനു മുമ്പ് എവിടെയാണ്? ആലമുൽ അർവാഹ്, റൂഹിൻ്റെ ലോകമാണ്. അപ്പോൾ ഒരു യാത്രയാണ് മനുഷ്യൻ്റേത് അള്ളാഹു വെച്ചിട്ടുള്ളത്. ഈ യാത്ര എവിടെ അവസാനിക്കും? ശാശ്വതമായി താമസിക്കാനുള്ള സ്വർഗത്തിൽ അവസാനിക്കും. അതാണ് വിശ്വാസി. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകളെ സ്മരിക്കുക, അവരെ ഓർക്കുക, അവരെ അപദാനങ്ങൾ പാടുക, പറയുക, പുകഴ്ത്തുക. ഇസ്ലാം അതിന് വലിയ സ്ഥാനം കൊടുക്കുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈത്തപ്പന തോട്ടം ഇപ്പോഴും മദീനയിൽ പോയാൽ കാണാൻ പറ്റുന്ന തോട്ടമാണ്. സൗദിയിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ പഴയ കാലത്ത് ബിദ്അ പ്രസ്ഥാനക്കാരാൽ മൂടപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്മാരകങ്ങളും ഇപ്പോൾ വെളിച്ചത്ത് വന്നു. എല്ലാം വെളിച്ചത്ത് വന്നു. അത് മദീനയിലെ ടൂറിസം വകുപ്പിൽ പെടുത്തിക്കൊണ്ട് എല്ലാ ഇസ്ലാമിക ചരിത്രങ്ങളും മക്കത്തും മദീനത്തും ഖൈബറിലും ബദറിലും എല്ലാ സ്ഥലത്തും. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അന്നത്തെ ആ ഒരു സംഭവം കണ്ട നിങ്ങൾ കിണർ വാങ്ങി വഖഫ് ചെയ്തപ്പോൾ ആ വെള്ളം, ഇത് ഉസ്മാന്റെ കിണർ, ഉസ്മാനെ സ്മരിച്ചുകൊണ്ട് സ്മാരകങ്ങളും സ്മരണയും മരിച്ചവരെ കുറിച്ചുകൊണ്ടുള്ള ഓർക്കലും പറയലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഒക്കെ ഹജ്ജിന് വന്നു. എല്ലാവർക്കും ഹജ്ജും കിട്ടി, ഉംറയും കിട്ടി. തിരിച്ച് നാട്ടിലേക്ക് പോകാൻ സമയമായപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് കരഞ്ഞു, നബിയേ, എല്ലാവർക്കും ഹജ്ജും കിട്ടി, ഉംറയും കിട്ടി, എനിക്ക് ഉംറ കിട്ടിയിട്ടില്ലല്ലോ. തടിക്ക് അശുദ്ധി ആയതുകൊണ്ട് ആയിഷ ബീവിക്ക് ഉംറ കിട്ടിയിട്ടില്ല. അപ്പോൾ
ആയിഷ ബീവിയുടെ ആങ്ങള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകനുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഉംറ കിട്ടിയിട്ടില്ലല്ലോ, എനിക്കപ്പോൾ അശുദ്ധി ആയിരുന്നില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ തങ്ങളെ വിളിച്ചു. ആയിഷ ബീബിയുടെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ, നീ ആയിഷുവിനെ കൊണ്ടുപോയിട്ടൊരു ഉംറ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കഅബ ശരീഫിന്റെ ഹറമിൽ നിന്ന് തൊട്ടപ്പുറത്ത് ഹില്ല്, അവിടെ തൻഈം എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഇഹ്റാമിന് പോകേണ്ടത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടെ വെച്ചുകൊണ്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് അവിടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉംറയുടെ 2 റക്അത്ത് നിസ്കരിച്ചു. ഉംറയുടെ 2 റക്അത്ത് നിസ്കരിച്ചു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ ഏത് നിലനിൽക്കുന്നത്? ആയിഷ പള്ളി നിലനിൽക്കുന്നത്. ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? നിങ്ങൾ ഇപ്പോഴും മക്കത്ത് പോയി നോക്കൂ. മക്കത്തിൽ മുക്കറമയിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളി, 4 മുനാരങ്ങളോട് കൂടെ നിൽക്കുന്ന പള്ളി ഏതാണ്? മസ്ജിദു ആയിഷ, ആയിഷ പള്ളി. എത്ര വർഷമായി നിലനിൽക്കുന്നു? ആയിഷ ബിയുടെ സ്മാരകമായിട്ട്. മരിച്ചവർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നശിക്കലല്ല, മരിച്ചവരെ പറ്റി സ്മരിക്കണം, അവർക്ക് സ്മാരകങ്ങൾ പണിയണം, അവരെ സംബന്ധിച്ച് അപദാനങ്ങൾ പറയണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിലല്ലേ മസ്ജിദ് ആയിഷ പള്ളി നിലനിൽക്കുന്നത്? ഇതിനേക്കാൾ ഇനി എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? അത് ആളുകളായാലും സംഭവങ്ങളായാലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹി ഇറങ്ങിയിരിക്കുന്ന മലയാണ് ജബലുൻ നൂർ. കഅബ ശരീഫിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെ, സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിലാണ് ഹിറാ ഗുഹ. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ, നേരത്തെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് കയറണം, ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഒക്കെ സ്റ്റെപ്പ് കെട്ടി. ഈ കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് നമ്മൾ മല കയറി. എത്ര സ്റ്റെപ്പ് കയറണം? 600 സ്റ്റെപ്പ് കയറണം. താഴെ നിന്നുങ്ങാണ്ട് ഇന്നെക്കൊണ്ട് കയ്യൂലെന്ന് ആലോചിച്ചാൽ കയ്യൂല. താഴെ ഇങ്ങനെ നിന്നുങ്ങാണ്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ പാടെ കയറാപ്പം എന്നെക്കൊണ്ട് കയ്യോ നോക്കിയാൽ എനിക്ക് അതും കയ്യൂല, അതിൻ്റെ താഴെയുള്ളതും കയ്യൂല. പിന്നെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ദിവസം 2 നേരം കയറിയ മലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന സ്ഥലമാണ്. അതുകൊണ്ട് പടച്ചോനെ, എനിക്ക് അവിടെ നിന്ന് പോകണം എന്ന ആ ഈമാനിക ശക്തിയിലാണ് കയറിയാൽ സുഖമായിട്ട് അവിടെ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോൾ ഒരു പ്രായമുള്ള ആളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജബലുൻ നൂർ മലയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച് പോകുമ്പോൾ ഈ വയസ്സായ ആൾ പോരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം മുന്നിൽ പോന്നു, ബസ്സിൽ വന്ന്. ഞാനവിടെ ജബലുൻ നൂർ മലയുടെ താഴെ ആജിമാരൊക്കെ നിർത്തിയിട്ട് ഞാനവർക്ക് ജബലുൻ നൂറിനൊരു കഥ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി ഇവിടെ വന്നതും, ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും, ഇഖ്റ ബിസ്മി ഓതിയതും, ഖദീജ ബീവി അവിടെ വരുന്നതും, ഭക്ഷണം കൊടുക്കുന്നതും, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു 20 മിനിറ്റുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് കഴിഞ്ഞു നോക്കുമ്പോൾ ഈ വയസ്സായ ആളെ കാണാനില്ല. എല്ലാവരും വെള്ളക്കുപ്പി ഒക്കെ ആയിട്ട് കയറാൻ വേണ്ടി പോകാൻ നിൽക്കുക, അയാളെ കാണാനില്ല. ആളുകൾക്കൊക്കെ ദേഷ്യം വരൽ തുടങ്ങി. കാരണം വെയിൽ ചൂടായാൽ പിന്നെ പോകാൻ പറ്റൂല. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് നോക്കാം. പ്രായമുള്ള ആൾക്കാർക്കുണ്ടല്ലോ കട്ടൻ ചായ കുടിക്കാൻ പോയാൽ, അങ്ങനെ എന്തെങ്കിലും ചായ കുടിക്കാൻ പോയതായിരിക്കും. ഞാൻ അദ്ദേഹത്തെ നോക്കാം, നിങ്ങൾ മെല്ലെ കയറിക്കോളിയോ. അങ്ങനെ ഇവരൊക്കെ മല കയറാൻ വേണ്ടി പോയി. ഞാനിങ്ങനെ അപ്പുറത്തെ കടയിൽ പോയി, ഇപ്പുറത്തെ കടയിൽ പോയി, 3ാമത്തെ കടയിൽ പോയിട്ടും അയാളെ കാണാനില്ല. അപ്പോ മല കയറിപ്പോയിരിക്കുന്ന കൂട്ടത്തിൽ 2 ആള് അവരുടെ മല കയറിപ്പോയിട്ട് പകുതിയമ്മന്ന് ഇങ്ങോട്ട് വിളിക്കണം. അപ്പൊ എന്താ ഉസ്താദേ? എന്തേന്ന് ചോദിച്ചു. അല്ലാ, നമ്മളാ വയസ്സുള്ള ആളുണ്ടല്ലോ, അയാളുടെ മലയിൽ പോയിട്ട് തിരിച്ചു വരുന്ന. അപ്പൊ എന്താ, അയാൾ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോഴേ അദ്ദേഹം മനസ്സ് വെച്ചിട്ടുണ്ട്, എനിക്കെന്ത് ചെയ്യണം, എനിക്ക് ജബലുൻ നൂർ പർവ്വതത്തിന് മുകളിൽ പോകണം. അയാൾ ഇവിടെ വന്നിട്ട് എത്ര സ്റ്റെപ്പ് ഉണ്ടാകും, കയറാൻ കയ്യൂല, ഇതൊന്നും ആലോചിച്ച് തന്നിട്ടില്ല. അയാൾ ജബലുൻ നൂറിൻ്റെ താഴെ വന്നു, മൂപ്പര് മേലെ കയറി.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഇരുന്നതിൻ്റെ സ്മാരകം മക്കത്തുൽ മുക്കറമയിൽ നോക്കിയാൽ ഏറ്റവും തലയെടുപ്പുള്ള പർവ്വതം ഏതാണ്? അത് ഹിറാ ഗുഹ നിൽക്കുന്ന ജബലുൻ നൂർ പർവ്വതമാണ്. സ്മാരകമായിട്ട് നിലനിൽക്കുകയാണ്. മരണാനന്തര വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മരിച്ചു പോയിരിക്കുന്ന ആളുകൾ അവർ എന്നേക്കുമായി നശിച്ചതല്ല. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ. നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. നബി തങ്ങൾ ആദം നബിയെ കാണുന്നത് എപ്പോഴാണ്? ആദം നബി അലൈഹി സ്വലാമും റസൂലുള്ളാഹിയും തമ്മിൽ എത്ര നൂറ്റാണ്ടിൻ്റെ മാറ്റം ഉണ്ടാകും? എത്ര ആയിരത്താണ്ടിൻ്റെ മാറ്റം ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് സ്വഹാബാക്കളോട്, ഞാൻ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. കണ്ടപ്പോൾ എങ്ങനെയാണെന്നറിയോ? ആദം നബിയെ കണ്ടപ്പോൾ ആജാനുബാഹു, വലിയ മനുഷ്യനാണ് ആദം നബി. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, കഅന്നഹു നഖല, ഈ ഈത്തപ്പന മരം കണ്ടില്ലേ? ഈ ഈത്തപ്പന മരം പോലെ ഇങ്ങനെ നോക്കിയാൽ കാണാത്ത അത്ര ഉയരത്തിലാണ് ബഹുമാനപ്പെട്ടവർ, വലിയ ശരീരപ്രകൃതിയാണ് എന്ന് ആദം നബിയെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ കണ്ട വിവരം പറഞ്ഞു കൊടുക്കാൻ. അമ്പിയാക്കളോ മുഅ്മിനീങ്ങളോ ഔലിയാക്കളോ മരണപ്പെട്ടാൽ അവർ നശിക്കലല്ല, നശിക്കലാണ് എന്ന് പറയുന്ന പുതിയ വാദഗതിക്കാരുണ്ട്. അവർ ഓതി പഠിച്ചിട്ടില്ല, അവർ പഠിക്കണ്ടേ, പഠിച്ചെങ്കിലല്ലേ അറിയുള്ളൂ. അവർ പഠിക്കാത്തതിൻ്റെ വിവരക്കേട് വിളിച്ചു പറയാം. നമുക്കവരെ പാട്ടിന് വിട്ടേക്കാം. രണ്ടാമതൊരിക്കൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. റസൂലുള്ളാഹി ജനിക്കുന്നതിൻ്റെ 600 വർഷം മുമ്പ് വഫാത്തായ ആളാണ് ആര്? ജീവിച്ച ആളാണ് ആര്? ഈസാ നബി അലൈഹി സ്വലാം. ഞാൻ ഈസാ നബിയെ കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഈസാ നബിനെ കണ്ടപ്പോൾ എങ്ങനെ? നമ്മൾ ഒരാൾ കുളിമുറിയിൽ നിന്ന് കുളി കഴിഞ്ഞിട്ട് ഇപ്പം ഡ്രസ്സ് മാറ്റിന് വന്നാൽ എങ്ങനെയുണ്ട്? അങ്ങനെയാണ് ഞാൻ മൂപ്പരെ കണ്ടത്. നമ്മളൊരാൾ രാവിലെ കുളിച്ച് തുണി കുപ്പായൊക്കെ മാറ്റി ഓഫീസിക്കോ ബാക്കിയൊക്കെ വരുമ്പോൾ കണ്ടാൽ തന്നെ ഒരു മുഖത്തൊരു പ്രകാശം ഉണ്ടാവും, ഒരു ആവേശം ഉണ്ടാവും, അല്ലേ? വൈകുന്നേരം സ്കൂൾ വിടാൻ നേരത്തെ കണ്ടാണ്ടാവും. രാവിലെ കുട്ടികൾ കുളിച്ച് തുണി കുപ്പായൊക്കെ മാറ്റി സ്കൂളിലേക്കാണ് പോകുമ്പോൾ പൂമ്പാറ്റ മാതിരിയാണ് പോവുക. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പണ്ട് ഇയാൾ വയനാട്ടിൽ പോയ മാതിരി ഉണ്ടാവും. എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു, ഞാൻ വയനാട്ടിൽ പോവുകയുണ്ടാവും. തിരിച്ചു വരുമ്പോൾ ചോദിച്ചു, എവിടുന്ന് വരുന്ന വെച്ചാൽ വയനാട്ടിലേറ്റം പോയിനെയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അതാ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ ഞാൻ കണ്ടപ്പോൾ ഇപ്പൊ കുളിമുറിയിൽ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നും. അത്ര അങ്ങനെയാണ് ഞാൻ ഈസാ നബിയെ കണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആലമുൽ അർവാഹാകുന്ന അവിടെ റൂഹുകൾ ജീവിച്ചതുപോലെ മരിച്ചു കഴിഞ്ഞ ശേഷം റൂഹുകൾ തമ്മിൽ അവർക്ക് ബന്ധങ്ങളുണ്ട്, അവരുടെ ലോകമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. റസൂലുള്ളാഹിന്റെ 5000 മുമ്പുള്ള പ്രവാചകനാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കാണ്, ഇബ്രാഹിം നബി എങ്ങനെയാണെന്നറിയോ? അന അശ്ബഹു മിൻഹു, ഇബ്രാഹിം നബിനെ അറിയാൻ എന്നെ കണ്ടാൽ മതി. എൻ്റെ ശരീരപ്രകൃതി ഏകദേശം ആരെ പോലെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെയാണ്. കണ്ടോ? അന അശ്ബഹു മിൻഹു, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് സാദൃശ്യമുള്ള ആളാണ്. മരണപ്പെട്ടിരിക്കുന്ന മഹാന്മാർ അമ്പിയാക്കളാവാം, സ്വാലിഹീങ്ങളാവാം, ഔലിയാക്കളാകാം, അവർക്കൊക്കെ മരണാനന്തരമുള്ള ജീവിതം ബർസഖി ലോകമാണ്. ആ ലോകത്ത് അവർക്കൊക്കെ ഏതുണ്ട്? പ്രത്യേക കഴിവുകളും സന്ദർശനങ്ങളും, അവരൊക്കെ കാണുകളും, അവരൊക്കെ വാർത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ വിശ്വാസം അതാണ്. പിന്നെ ചില ആളുകൾ അറിവില്ലാത്തത് പറയുന്നത് കേട്ട് നമ്മളാരും കുടുങ്ങിപ്പോകരുത്. ഇപ്പൊ ചില ആളുകളൊക്കെ കാണാലോ, ചില ആളുകളൊക്കെ മരിച്ച വീട്ടിൽ ചെന്ന് നോക്കിയാൽ അവിടെ മനോരമ വായിക്കുന്നുണ്ടാകും, വേറെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാകും. ഏതുണ്ടാവില്ല? ഖുർആൻ ഓതുന്നുണ്ടാവും. എന്താണ് അവർ പഠിപ്പിക്കണത്? ഖുർആൻ ഓതാൻ പാടില്ല. മരിച്ചാൽ ഏതോതാൻ പറ്റൂല? ഖുർആൻ ഓതാൻ പറ്റൂല. അങ്ങനത്തെ ആൾക്കാർ ഈ വൈക്കൊക്കെ അല്ലേ ഉണ്ടോ? മരിച്ചാൽ ഏതോതാൻ പറ്റൂല? ഖുർആൻ ഓതാൻ പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ഓതാൻ പറ്റുമോ പറ്റൂല? അല്ലേ? ശരി,
എന്നാൽ അങ്ങനെ വെക്കാം. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല എന്നും ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നിന്നു. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ. എന്ന് വെച്ചോളി, ഇപ്പം ഈ സദസ്സിക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു നമ്മളെ ഇന്ന ആൾ മരിച്ചിക്കണെന്ന് പറഞ്ഞു. അത് കേട്ടാൽ നിങ്ങളൊക്കെ എന്താ പറയാ? പറയണേ പറഞ്ഞോളി, എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ. അത് ഖുർആനാണോ? അല്ലേ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പം പിന്നെ ഇവരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റൂലേ? അല്ല, നമ്മൾ തർക്കത്തിന് നിൽക്കണ്ട, നമുക്ക് ഉള്ള ബുദ്ധി വെച്ചുകൊണ്ട് പറയാം. ഇവരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റൂലേ? ഇന്നാ ലില്ലാഹി ചെല്ലൽ എപ്പോഴാണ്? മരിച്ചിൻ്റെ തലേന്നോ മരിച്ചിൻ്റെ പിറ്റേന്നോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മരിച്ച വാർത്ത കേട്ടാൽ ഇന്നാ ലില്ലാഹി ആയത്താണ്. വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. ഏത്? ഖുർആനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഓതാൻ പറ്റുമോ? അപ്പം പിന്നെ എന്താക്കേണ്ടി വരും? അങ്ങനത്തെ പോലെ അങ്ങാടിയിൽ എവിടെയെങ്കിലും കാണുമ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. അപ്പം എന്തേന്ന് വെച്ചാൽ അജ്ജ് മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റൂല, പിന്നെ കണ്ടപ്പോൾ ചെല്ലിയെന്നുള്ളൂ പറയാം. അല്ലാണ്ട് എന്താ പറയുക? നമ്മൾ പറയുന്നത് ലേശമൊന്ന് ബുദ്ധി കൊണ്ട് ആലോചിക്കുള്ളൂ, അല്ലേ? അപ്പോൾ ലോകത്ത് മരണവാർത്തയാണ് കേട്ടാൽ ലോകം മുഴുവനും ഖുർആൻ ഓതിക്കൊണ്ടാണ് മരണവാർത്ത സ്വീകരിക്കേണ്ടത്, അല്ലേ? മരിച്ചു എന്ന് കേട്ടാൽ ആ വാർത്ത കേട്ട് സ്വീകരിക്കേണ്ടതിന് എങ്ങനെയാണ്? ഖുർആൻ ഓതിക്കൊണ്ട. ഇന്നാ ലില്ലാഹി. ഇനി നിങ്ങൾ നോക്കി, മയ്യത്തിനെ നമ്മൾ യാത്ര അയക്കാണ്, അല്ലേ? അവസാനത്തൊരു നോക്ക് ഖബറിൽ കണ്ട് താഴ്ത്തി വെക്കുമ്പോൾ കണ്ട് മൂട് കല്ല് വെച്ചു. ഇനി 3 പൊടി മണ്ണ് വാരിയിട്ട് യാത്രയപ്പ് കൊടുക്കാണ്. ഒന്ന് യാത്ര അയച്ചാണ്. എന്താ ചെല്ലല്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും. അത് ആയത്താണോ? അല്ലേ? അത് ഖുർആനാണ്. മരിച്ചവർക്ക് ഓതാൻ പറ്റൂലെങ്കിൽ പിന്നെ ഓതാൻ പറ്റുമോ? അത് എന്താണ് ഈ വിഡ്ഢിത്തം പറയണത്? ഇവരോടൊന്നും വാദപ്രതിവാദത്തിനും കോലാഹലത്തിനും നിന്നിട്ട് കാര്യമല്ല. ലോകത്തിന് മെല്ലെ കോഴിക്കോട് പോവുക, 13-ാം നമ്പർ ബസ് കയറ്റാം. അത് ഈ കുതിരവട്ടം ബൈക്കാണ് പോവുക, അവിടെ ഇറക്കി കൊടുത്താൽ മതി. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക? നിങ്ങൾ ഓർത്തു നോക്കും. മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ടാണ് സ്വീകരിക്കുന്നത്. ഖബറിലേക്ക് അവസാനം നമ്മൾ യാത്ര അയക്കുന്നത് എന്താ? മിൻഹാ ഖലഖനാകും, അല്ലേ? മയ്യത്ത് നിസ്കരിക്കൽ മരിക്കണീൻ്റെ തലേന്നോ മരിച്ചതിൻ്റെ ശേഷമോ? എങ്ങനെയുണ്ടായാലും ഇവിടെയൊക്കെ എങ്ങനെ? ഞാൻ ഇവിടെ അങ്ങനെ എപ്പോഴും വരലില്ല, അതുകൊണ്ട് ചോദിച്ചു. ഓരോ നാട്ടിലും ഓരോ മാതിരിയല്ലേ. ഇവിടെ എങ്ങനെ? മരിച്ചിട്ട് തന്നെയല്ലേ നിസ്കരിച്ചൽ? ശരി. മരിച്ചാൽ ദിക്ർ ചെല്ലാൻ പറ്റൂല എന്ന് വെച്ചോളൂ നിങ്ങൾ. അപ്പം മയ്യത്ത് നിസ്കരിക്കുമ്പോൾ തുടങ്ങൽ തന്നെ എങ്ങനെ? അല്ലാഹു അക്ബർ. ദിക്റാണോ? അല്ലേ? മരിച്ചാൽ ദിക്ർ ചെല്ലാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ പിന്നെ മയ്യത്ത് നിസ്കാരം എങ്ങനെ തുടങ്ങാം? മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങാൻ അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ ഏതാ ഓതണത്? ഫാത്തിഹ. ഫാത്തിഹ ഖുർആനാണോ? അല്ലേ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ഫാത്തിഹ ഓതാ? നമ്മളൊരു വാദത്തിനും കോലാഹലത്തിനും അല്ല, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിയും കൂടി നമുക്ക് നോക്കണ്ടേ? ഇപ്പൊ ഒക്കെ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ആണോ? അല്ലേ? ശരി. ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താ ചെല്ലണത്? സ്വലാത്ത്. മരിച്ചാൽ സ്വലാത്ത് എല്ലാം പറ്റുമോ? അതും പറ്റൂല. അപ്പൊ പിന്നെ മയ്യത്ത് നിസ്കാരോ? മയ്യത്ത് നിസ്കാരത്തിന്റെ 3-ാമത്തെ തക്ബീറിൽ എന്താ നമ്മൾ ചെല്ലുന്നത്? മയ്യത്തിന് വേണ്ടി ദ്വാരക്കല്. മരിച്ചവർക്ക് ദ്വാരക്കാൻ പറ്റൂലെങ്കിൽ മയ്യത്ത് കരിച്ചാൻ പറ്റുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ആർക്ക് ദ്വാരക്കണം? മയ്യത്തിന് ദ്വാരക്കണം. മരിച്ചവന് ദ്വാരക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ ഈ ദ്വാര പറ്റുമോ? മയ്യത്ത് നിസ്കാരത്തിൽ തലേന്ന് ചെയ്യേണ്ടി വരില്ല ആൾക്കാർ. ഒരു ഉറങ്ങുമ്പോൾ പോയി കണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. നെട്ടി ഉണർന്നാ ചോദിച്ചാൽ എന്തേന്ന്? അല്ല, മരിച്ചാൽ ഏതായാലും ദ്വാരക്കാൻ പറ്റില്ല, പണ്ട് ദ്വാരക്കാന്ന് വിചാരിച്ചാണ്. അത് നടക്കുമോ? മയ്യത്തിൻ്റെ 4-ാമത്തെ തക്ബീർ ചൊല്ലിയാൽ എന്ത് ദ്വാരക്കണം? വഗ്ഫിർ ലനാ വലഹു. നിസ്കരിച്ച ഞമ്മക്കും ഓൽക്കും ദ്വാരക്കണം, അല്ലേ? പറ്റൂലെങ്കിൽ പിന്നെ അത് പറ്റുമോ? എന്താണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് വെച്ചിരിക്കുന്നൊരു ബഹുമാനമാണ്, മുഅ്മിനീങ്ങൾക്ക് വെച്ചിരിക്കുന്നൊരു ബഹുമാനമാണ് മയ്യത്തിന് കൊടുക്കുന്ന അങ്ങേയറ്റത്തെ ബഹുമാനം. ഹയാത്തിലുള്ളതിനേക്കാൾ ബഹുമാനം കൂടും മരിച്ചാൽ. ഇപ്പം നിങ്ങൾ 3 അടുത്തിരിക്കുകയാണ്, അല്ലേ? ഒരു ലോകത്തിൽ ഇപ്പം നിങ്ങളോട് കൈ കുറച്ചാണ് വെക്കുകയാണ്. ഒന്നാണ് തള്ളിന്ന് വിചാരിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഒന്നാണ് ഉന്തിന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ കസാര കുറച്ചാണ് നീങ്ങുമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? മയ്യത്തിൻ്റെ കൈ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? മരിച്ചാൽ ഇസ്ലാമിൽ ബഹുമാനം ആദരവും വർദ്ധിക്കണം. ഒരു മയ്യത്തിന് തൊടുമ്പോൾ അത്ര ബഹുമാനം വേണം. മയ്യത്തുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും ഹയാത്തിലുള്ളതുപോലെയല്ല.
ഹയാത്തുള്ള ആളോട് കുറച്ചാണ് നിൽക്കുക പറയാൻ, കുറച്ചാണ് മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷക്രിയകൾ കുളിപ്പിക്കുന്ന ആളോട് ആദ്യത്തെ ഓർഡർ എന്താണ്? കുളിപ്പിക്കുന്ന ആളോട് ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ അയാളെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അതൊരാളോട് കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനിങ്ങനെ തരീക്കെട്ടി, കുപ്പായിട്ട്, ബനിയനിട്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നെ കാണുന്നത് അല്ലേ? ഒരു പക്ഷേ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വേറെ വല്ല അടയാളങ്ങളുണ്ടെങ്കിലോ ഒരു പക്ഷേ തീപ്പൊള്ളി അടയാളം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാവും. മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്ക് ഇതൊക്കെ കാണാൻ പറ്റൂലേ? പറ്റും. അയാൾ മയ്യത്ത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പറയണോ, അയാളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോഴല്ലേ അറിയണത് എന്തൊക്കെ അയാളെ പുറത്തുള്ള അടയാളം. പറയാൻ പാടുണ്ടോ? ആരോടെങ്കിലും പറയാൻ പാടുണ്ടോ? അങ്ങനത്തെ ആളെ മയ്യത്ത് കുളിപ്പിക്കാൻ നിർത്താനും പാടില്ല. അത് മയ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനാണ്. അല്ലാഹു റബ്ബി, മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ എത്രമാത്രം നോക്കണം. നമ്മൾ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മയ്യത്തിനെ ഒന്ന് ഉയർത്തി പിടിച്ചു, ഒന്ന് ചെരിച്ചു പിടിച്ചു, മയ്യത്തിനൊരു മൂത്രം പുറത്തു പോയി, അല്ലെങ്കിൽ മയ്യത്തിൽ നിന്ന് എന്ത് വന്നു, ഒരു മാലിന്യം പുറത്തേക്ക് വന്നു, മറ്റൊരാളോട് പറയാൻ പാടുണ്ടോ? അവനെ കുളിപ്പിക്കണ സമയത്ത് ആകെ അങ്ങനത്തെ ഒരാളെ മയ്യത്തിനെ തൊടാൻ അനുവദിക്കാൻ പാടില്ല. മരണാനന്തരം ഇസ്ലാം വലിയ ബഹുമാനം കൊടുക്കണം. മയ്യത്തിന് പല്ല് തേച്ചു കൊടുക്കണം അല്ലേ? എങ്ങനെ പല്ല് തേച്ചു കൊടുക്കണം? നമ്മളെ വിരലിൽ ഒരു തുണി ചുറ്റിയിട്ട് ആ തുണി കൊണ്ട് എന്താക്കണം, നമ്മൾ പല്ല് തേച്ചു കൊടുക്കണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം, ആ തുണിക്കഷ്ണം എടുത്തിട്ട് ദൂരെ വെക്കണം. മനസ്സിലായോ? ചിലപ്പോൾ മയ്യത്തെ 14 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 4 ദിവസം ICUവിൽ കിടന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരാളെ ശരീരത്തിൽ വായിൽ വിരലിട്ടാൽ അത് രണ്ടാമതിന് എടുക്കുന്ന സമയത്ത് എന്ത് ഉണ്ടാകും, അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും. അത് ഇവന് വിഷമായിട്ട് അല്ലേ? അതുകൊണ്ട് ഒരു തുണി ചുറ്റിയിട്ട് ആ തുണി പിന്നാണ്ട് ഒഴിവാക്കുക. മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരണാനന്തര ജീവിതം, ലോകം, ഇസ്ലാം അതിനെത്ര ബഹുമാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്ലാമിൽ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ, ഇസ്ലാമിൽ മയ്യത്ത് കഫൻ ചെയ്യുന്നത് പോലെ, ഇസ്ലാമിൽ മയ്യത്തെ പരിപാലിക്കുന്ന പോലെ ലോകത്തെ ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഇസ്ലാമിൽ മയ്യത്തിന് കൊടുക്കുന്ന ബഹുമാനം പോലെ ലോകത്തെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? കമലാസുരയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായത് മയ്യത്ത് സംസ്കരണവുമായി പഠിച്ചപ്പോഴാണ്. കമലാസുരയെ പറഞ്ഞു, ഡെഡ് ബോഡിക്ക് ഇത്രയധികം ആദരവ് കൊടുക്കുന്ന ഒരു ആശയം ഇസ്ലാം അല്ലാതെ വേറെ കാണുകയില്ല. ഞാൻ പ്രസവിച്ച എൻ്റെ മക്കൾ തന്നെ എൻ്റെ ചിതക്ക് തീ കൊടുക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കമലാസുരയ്യ എന്തായത് ഇസ്ലാം മതം സ്വീകരിച്ചത്. മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിൽ അത്ര പ്രാധാന്യമുള്ളതാണ്. മരണാനന്തര ശേഷക്രിയകൾ, അല്ലാ, മയ്യത്ത് കഫം ചെയ്യുന്നത്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന തുണി നല്ല പുതിയ തുണി. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മഹാന്മാരുമായ ആളുകൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹ് എന്ന് വിശ്വാസമുള്ള ഒരാൾ മയ്യത്തായാൽ ആ മയ്യത്തിനോട് കാണിക്കേണ്ടത് ഇസ്ലാം അത് മറ്റു മതക്കാരെ മയ്യത്തിനും അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഇരിക്കുന്നു, ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ, അതൊരു ജൂതന്റെ മയ്യത്താണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊരു മനുഷ്യൻ്റെതല്ലേ? സ്വഹാബാക്കൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അതൊരു ജൂതന്റെ മയ്യത്താണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചത് എന്താ? ജൂതനോ ക്രിസ്ത്യാനിയോ എന്നല്ല, അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്നാ റസൂലുള്ളാഹി ചോദിച്ചത്. മനുഷ്യന്റെ ഡെഡ് ബോഡി അതിന് ചെറിയ ബഹുമാനമല്ല. പരിശുദ്ധ ഇസ്ലാം അതിനത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മരണാനന്തരം ദിക്ർ ചൊല്ലാൻ പാടില്ല, അവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പാടില്ല എന്നൊക്കെ പറയുന്നവർ ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും മാന്യമായി പഠിച്ചിട്ടില്ല. പഠിക്കുന്നത് ഒരു റൂട്ട് കൂടെ പഠിക്കണം. ഓടാപ്പം നമ്മളൊക്കെ ഓടിയില്ലേ വരെ വയ്ക്കും. പക്ഷെ ഓട്ട മത്സരത്തിൽ വല്ല മാർക്കും നമുക്ക് കിട്ടിയോ? ആ PT ഉഷ ലൈനിൽ ഓടിയതുകൊണ്ടല്ലേ പോളി രക്ഷപ്പെട്ടത് അല്ലേ? അള്ളാഹു ഖൈർ തരട്ടെ.
നമ്മൾ ഓർമ്മിക്കണം. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇസ്ലാമല്ല. ഇസ്ലാമിക രീതി അനുസരിച്ച് ഇപ്പം ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ പോയി നോക്കിയാൽ നമുക്ക് അത്ഭുതപ്പെടും. എന്താണ്? മരണ വീട്ടിലെല്ലാവരും ഇങ്ങനെ പലരും ഇരിക്കാം. അതിൻ്റെ ഇടയിൽ അല്ലേ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ഇബ്ലീസിന് അവിടെ ഇരിക്കാൻ കഴിയൂല. ശൈത്താൻ ഖുർആൻ കേട്ട് നിൽക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ ശൈത്താൻ്റെ ശല്യം ഉണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അൽ ബഖറ സൂറത്ത് ഓതണം. പെട്ടെന്ന് തീരാൻ വേഗം ആയത്തുൽ കുർസി ഓതുക. നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടിച്ചാടുക. അതേപോലെ തന്നെ ചില കുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇങ്ങനത്തെ ഒക്കെ ശൈത്താനിയത്തിൻ്റെ അസുഖം ഉണ്ടാവും ചിലപ്പോൾ. അതിനെന്താ മരുന്ന്? അൽ ബഖറ ഓതുക, വീട്ടിൽ ആയത്തുൽ കുർസി ഓതുക. എന്തുകൊണ്ട്? ആ തരം സൂറത്തുകളൊന്നും ഓതുന്നത് കേട്ടാൽ പിശാചിനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഓരോന്നിനും ഓരോ രീതിയാണ്. നല്ല കൊതുക് അടിച്ചാണിച്ചാൽ എന്ത് മതി? അത്ര വരച്ചാൽ മതി. എന്നാൽ കൊതുക് എന്ത് ചെയ്യും? പോകും. അത്ര പൈസ കൊടുത്ത് വാങ്ങണമെന്ന് മാത്രം. ഇന്നാൾ ഞാൻ ഒരു പീടിയിൽ അത്ര വാങ്ങാൻ കയറി. അതിൽ ആ കുട്ടി ഒന്ന് ഇവിടെ തേച്ചെന്നു. അതൊന്ന് മണത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഇവിടെ തേച്ചെന്നു. രണ്ടാമത്തെ മണം. മൂന്നാമത്തെ ഒന്ന് ഇവിടെ തേച്ചു. 3 എണ്ണം തേച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി ഇത് വേദനക്ക് തേക്കണതാണോ ചോദിച്ചു. കാരണം എന്തെങ്കിലും ഒരു മണം കിട്ടണ്ടേ. അപ്പോൾ അത്തറ എന്ന് പറഞ്ഞാൽ നല്ല വാസനയുള്ള അത്തറാണ് തേച്ചാൽ അവിടെ ആര് നിൽക്കൂല? കൊതുക് പോലത്തെ ജീവികൾ നിൽക്കൂല. കാരണം എന്തുകൊണ്ട്? അവർ മാലിന്യത്തിലാണ് വളരുക. അവർ മാലിന്യത്തിൽ വളരുന്ന ജീവിയാണ്. പഴയ കാരണന്മാർ രാത്രി ഉറങ്ങണ സമയത്ത് അർജാൻ ചെടിമെന്ന് ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും? തലക്കുമ്പാത്ത് വെക്കും. അതിൻ്റെ വാസന കേട്ടാൽ ആര് വരൂല? കൊതുക് വരൂല. അത് ഓരോന്നിനും ഓരോന്ന് വിഷമായി നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇബ്ലീസിന് വലിയ വിഷം, ശൈത്താന് വലിയ വിഷമാണ് ഏത്? ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞത്. ഖുർആൻ ഓതിനോടുന്ന് ശൈത്താൻ പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കായിട്ടാണ് നിങ്ങൾ കാണാത്തത്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണം. നമ്മൾ നാളെ മരിച്ച പേരിൽ കൂടി നിറയെ ആൾക്കാരുണ്ട്. അവരിവരൊക്കെ ആയിട്ട് ഒരാൾ ഇരിക്കലും മറ്റുമൊക്കെ. അപ്പം എന്നാ മയ്യത്തെടുക്കല്ലേ? മയ്യത്തിന് കൊണ്ടുവന്ന് വെച്ചു. അപ്പം കാലിയാർ അൽ ഫാത്തിഹ അതാണ് കേട്ടതോടുകൂടി ആ കസാലിയിൽ നിന്ന് ഒരാൾ നീച്ച്, ഈ കസാലിയിൽ നിന്ന് ഒരാൾ നീച്ച്, ആ കസാലിയിൽ നിന്ന് ഒരാൾ നീച്ച് ഫാത്തിഹാണ് തുടങ്ങിയപ്പോൾ അതിന് അങ്ങനെ പോകൽ തുടങ്ങി. ഖുർആൻ ഓതിയാ ശൈത്താൻ പോകൂലേ? ഞാൻ കണ്ടതാണ് ശൈത്താൻ പോണത്. അവിടെയൊക്കെ ആര് വന്നിരുന്ന്? അവിടെയൊക്കെ മോമിനിങ്ങൾ വന്നിരുന്ന്. കാരണം ഖുർആൻ ഓതുമ്പോൾ മോമിനിങ്ങളും മലക്കളും എന്താവും? അവരിങ്ങോട്ട് അടുത്തേക്ക് വരും. ശൈത്താനോ? ശൈത്താൻ അഴുത് കേട്ടാൽ തന്നെ പോകൽ തുടങ്ങും. നിങ്ങൾ കണ്ടിക്കണത്? നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ്. ഞാനീ പുറംകളി ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കൽ നശിക്കലല്ല. പിന്നെയോ അൽ മൗത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ, മൗത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതിൻ്റെ താരീഫ് ഇന്തിഖാലു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്റാ, നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക. ആ താമസം മാറുന്ന സ്ഥലത്ത് അവിടെ സന്തോഷം കിട്ടാൻ നമ്മൾ താമസം മാറിപ്പോകുമ്പോൾ ആ താമസം മാറിപ്പോകുന്ന സ്ഥലത്ത് അവിടുത്തെ ലോകം അത് ബർസഖി ലോകമാണ്. ഇവിടെ നമ്മൾ താമസിക്കുന്നത് ശരീരവും ആത്മാവും ചേർന്ന ലോകമാണ് ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ? ശരീരത്തിനിരിക്കാൻ ചെയർ വേണം, ശരീരത്തിനിരിക്കാൻ കിടക്ക വേണം, ശരീരത്തിന് കഴിക്കാൻ ഭക്ഷണം വേണം, അല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ താമസിച്ചല്ലോ, അന്ന് കിടക്കണ്ടായിരുന്നു, ചെയർ ഉണ്ടായിരുന്നു, അവിടെ വായു ഉണ്ടായിരുന്നു, അവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഉമ്മയുടെ ഗർഭാശയത്തിൽ എങ്ങനെയെല്ലാം കിട്ടിയത് പോട്ടെ. ഒരു കോഴിമുട്ട നോക്കാം. ഒരു കോഴിമുട്ട നമ്മളെ പെടക്കോഴി എന്ത് ചെയ്യും? അങ്ങനെ ജറക് വിരിച്ചിട്ട് അതിന് അടയിരിക്കാന്നാ പറയാം, അല്ലേ? എന്താ പറയല്? അല്ലേ? ഇപ്പം അതിന് കോഴി തന്നെയല്ല, പിന്നല്ല അടയിരിക്കല്. കോഴിൻ്റെ ഒപ്പം പല വീട്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? കോഴികളെല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ കോഴി കൂകലാണോ സുബൈ ബാങ്കാണോ ആദ്യം എന്ന് വെച്ചു. അപ്പോൾ ഒരു പറഞ്ഞു രണ്ടും കേൾക്കാം, ഏതാ ആദ്യം എന്നറിയില്ല. ഒരു രണ്ടിനും നിശ്ചയമില്ല. പിന്നെ ഇപ്പം എന്താ പറയാ? അപ്പോൾ കോഴിക്കിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടിയിട്ട് മുട്ടയിട്ട് ഇടിക്കും. അപ്പോൾ എത്ര ദിവസം ഇരിക്കണം കോഴി? 8 ദിവസം കഴിയുമ്പോൾ കോഴിമുട്ടയുടെ ഉള്ളിൽ കുഞ്ഞ് രൂപപ്പെടും, അല്ലേ? 10 ദിവസം ആക്കുമ്പോൾ ജറക് പൂർത്തിയാകും. 12ാമത്തെ ദിവസം കാല് മുളച്ചിട്ട് ആ കാല് എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് വളഞ്ഞു വരണം. അതിൻ്റെ പാകത്തെ പിന്നെ ബെൻഡൊക്കെ അതിനുണ്ടാവണം, അല്ലേ? അങ്ങനെ വളർന്ന് വന്ന് 18ാമത്തെ ദിവസം കൊക്ക് വരും. 19, 20 ആകുമ്പോൾ കൊക്കിന് ഉറപ്പ് കൂടും. 21ാമത്തെ ദിവസം കോഴിക്കുഞ്ഞ് ആ കോഴിമുട്ട പൊട്ടിച്ചിട്ട് എവിടെ വരും?
പുറത്തേക്ക് വരും. ഈ 21 ദിവസം ഈ മുട്ടയുടെ ഉള്ളിൽ ആ കോഴിക്കുഞ്ഞ് വളർന്നപ്പോൾ എങ്ങനെ വായു കിട്ടി, എങ്ങനെ വെള്ളം കിട്ടി, അതിന് ഭക്ഷണം എങ്ങനെ കിട്ടി? അത് ചെയ്തു കൊടുത്ത ഉടമസ്ഥന്റെ പേരാണ് അല്ലാഹ്. ആ കോഴിക്കുഞ്ഞ് പുറത്തു വന്നു. സാധാരണ ഉമ്മ കോഴിക്കുഞ്ഞുങ്ങളെ മൂടി വെക്കലുണ്ട്. എങ്ങനെ? അത് കൊട്ടോണ്ടാ മൂടല്. ആ കൊട്ട വായു കിടക്കണ കൊട്ടയാണ് അല്ലേ? ഒരു ദിവസം ഉമ്മ വീട്ടിലില്ലാത്തപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ മൂടി വെച്ചത് ആരാ അറിയോ? ചെറിയ മോളാണ്. ഓളെന്തുകൊണ്ടാ മൂടിയത്? ചെമ്പ് കൊണ്ടാ മൂടിയത്. ഉമ്മ വന്നുങ്ങാണ്ട് ചെമ്പ് പൊക്കി നോക്കുമ്പോൾ ഒറ്റ കുട്ടിക്ക് ജീവനുണ്ടോ? അപ്പൊ ഈ കോഴിമുട്ടയുടെ ഉള്ളിൽ എങ്ങനെ കിട്ടി വായു, എങ്ങനെ കിട്ടി വെള്ളം, എങ്ങനെ ജീവൻ നിലനിർത്തി? അത് റൂഹിന്റെ ലോകം എങ്ങനെ നിർത്തി? ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളൊക്കെ താമസിക്കുമ്പോൾ ബുദ്ധി വേണം, അല്ലെങ്കിൽ സായിപ്പും മാതാമിയും മലപ്പുറത്ത് വന്ന മതിയോ? ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിങ്ങോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പോയ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നവരും ഒരു സാഹിബും മാതാമിയും കൂടി എവിടെ വന്ന് പണ്ട് മലപ്പുറത്ത് വന്ന്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ? നിങ്ങളെടുത്ത് പല വിവരം അറിയാൻ ബാക്കിയുണ്ട്. അപ്പം ഇയാൾ പറയാം അതിനല്ലേ ഉസ്താദെ നിങ്ങളെ വിളിച്ചത്, ഇതിപ്പോൾ അതിൽ പട്ടിപ്പെട്ടാലും. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു രായികാക്കാൻ്റെ കച്ചവടം ഞാൻ മലപ്പുറത്ത് കുന്നിൻ്റെ മുകളിൽ. അയാളോട് അന്ന് ഒരു ചായ ചോദിച്ചാൽ പണ്ടെങ്ങനെ ചായ വാരല്, പണ്ടെങ്ങനെ ചായ വാരല്, ചായ എങ്ങനെ അല്ലേ? ഇപ്പം ചായ വാരല് ഇപ്പം ഇങ്ങനെ കുത്തി കലക്കിയിട്ട് ഇങ്ങനെ കലക്കിയിട്ട് തരലാണ്. പണ്ടെങ്ങനെ? പണ്ട് ചായ ഇങ്ങനെ ആറ്റിയിട്ട്, നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ആറ്റിയിട്ട്. അപ്പോൾ സായിപ്പും മാതാമിയും കൂടി വന്നിട്ട് ചായ മക്കാനിലും കഴിഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ ചായ ഇങ്ങനെ ആറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു ഇവിടെ ചായ മീറ്റർ കണക്കാക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ സായിപ്പും മാതാമിയും പറഞ്ഞു പ്ലീസ് 2 മീറ്റർ ടീ ആണെന്ന്. 2 മീറ്റർ ചായ ആണെന്ന്. ചായ പറഞ്ഞു കൊടുക്കുമ്പോൾ കടി കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് നോക്കുമ്പം എന്താ നിങ്ങൾ കടി കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പം മാതാമ ഇതെടുത്തിട്ടൊന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെറുപയർ. നോക്കുമ്പോൾ എന്താണ് ഈ കടി? സുഗീനാണ്. ഇതിന് പൊട്ടിച്ചു നോക്കുമ്പോൾ ചെറുപയർ. അപ്പോൾ മൂപ്പത്തി എന്ത് ചെയ്തു? അത് അങ്ങനെ തന്നെ മൂടി. ഇതൊക്കെ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് നിറച്ചത് നോക്കി. പുറത്തൊരു ഓട്ടയും കൂടി കാണുന്നില്ലല്ലോ. ഒരു ഓട്ട പുറത്തുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതൊക്കെ നിറച്ചും ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരിങ്ങനെ മലപ്പുറത്ത് ഇവർ വല്ലാത്ത ബുദ്ധി തന്നെയാണ്. അല്ലാഹു റബ്ബി. സായിപ്പും മാതാമിയും കൂടി അത് കഴിച്ച് പുതിയ 2 സുഗീനും വാങ്ങി ഒരു അമേരിക്കയിൽ പോയിക്കണേ. റിസൾട്ട് കിട്ടിയാൽ ഞാൻ പിന്നെയും വരണ്ട് ഇവിടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സുഗീൻ്റെ ഉള്ളിൽ എങ്ങനെ ചെറുപയർ നിറച്ചത് എന്ന് ആലോചിക്കാൻ മാതിരി നമ്മളിവിടെ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കണം. എങ്ങനെയാണ് കോഴിമുട്ടക്ക് ഒരു ഓട്ടമുണ്ടോ? ഉമ്മാൻ്റെ വയറിലേക്ക് പുറത്തുനിന്നൊരു ദ്വാരമുണ്ടോ? എങ്ങനെ വായു കിട്ടി? എങ്ങനെ വായു കിട്ടി? എങ്ങനെ വെള്ളം കിട്ടി? എങ്ങനെ ജീവൻ നിലനിർത്തി? എന്നാൽ കോഴിമുട്ടക്കുള്ളിൽ കുഞ്ഞിനെ പോറ്റാൻ സാധിക്കുന്ന റബ്ബ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മെ 10 വർഷം പോറ്റാൻ സാധിച്ച റബ്ബ്, ആ ഖബറിനുള്ളിൽ കിടക്കുന്ന ആൾക്ക് വേണ്ട വായു, അവിടേക്ക് വേണ്ട ഭക്ഷണം, അവിടേക്ക് വേണ്ട സൗകര്യം, അത് കൊടുക്കാൻ റബ്ബിനെ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. അത് കൊടുക്കാൻ റബ്ബിനാരും ക്ലാസ് എടുത്തു കൊടുക്കണ്ട. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നെ പോറ്റിയെങ്കിൽ ഖബറാകുന്ന മണ്ണറയിൽ നിന്നെ പോറ്റാൻ അള്ളാഹുവിനറിയാം. അത് റൂഹിന്റെ ലോകമാണ്, അത് ആത്മാവിന്റെ ലോകമാണ്. നാളെ ഏതോ ഒരു ഉസ്താദ് പള്ളിക്കുന്നത് വേർന്നു ബാപ്പാൻ്റെ ഖബർ അള്ളാഹു വിശാലാക്കട്ടെ. അപ്പോൾ ഒരു കുട്ടി റൂമിൽ പോയിട്ട് ചോദിച്ചു ഖബർ വിശാലമായ മൂടുകല്ല് മേത്തേക്ക് കൂലി ചോദിച്ചു. അല്ലാഹു റബ്ബി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോഴത്തെ കൊക്കലാമത്തിൻ്റെ ചോദ്യമാണ് എല്ലാവരും അടുത്തും. ഏതില്ല ആവശ്യമുള്ളത് ചോദിച്ച് പഠിക്കാൻ ആരുമില്ല. അതന്നെ ഞാൻ പാതിരാക്ക് ഉറങ്ങാണ് 2:30 മണിയൊക്കെ. അപ്പോൾ ഒരു ചങ്ങായി എന്നെ ഫോൺ ചെയ്തു. ഹലോ, കൂറ്റമ്പാറ ഉസ്താദല്ലേ? ഉസ്താദ് ഒരു സംശയം ചോദിക്കാണ്ട് തന്നെയാണ്. പാതിരാക്ക് 2:30 അവൻ്റെ സംശയം. അപ്പം ഞാൻ വിചാരിച്ചപ്പം സംശയിച്ച് മരിച്ചണ്ട, ഓൻ ചോദിച്ചോട്ടെ എന്ന്. അപ്പം എന്താ മോനെന്ന് വെച്ചു. ഉസ്താദ് ഇബിലീസ് ആണാ പെണ്ണാന്ന്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാൻ. ഞാൻ അല്ലെങ്കിൽ തന്നെ 1 മണി 1:30 ആവും പോയി കിടക്കാൻ. ആ പോവാനിക്കുള്ള സംശയം. ഞാൻ പറഞ്ഞു ഇജ്ജാണ് കല്യാണം കഴിച്ചാളാം, എന്നാൽ നമുക്ക് വിവരം അറിയാലോ. അല്ലാണ്ട് എന്താ അവനോട് പറയാം? ആവശ്യമുള്ളതല്ല ചോദിക്കലിപ്പോൾ. അപ്പോൾ ആ കുട്ടിക്ക് സംശയം, എന്ത് ഖബർ വിശാലമാക്കിയാൽ നമ്മൾ കല്ലുമേത്ത് കൂകൂലേ? അല്ലാഹു റബ്ബി. എന്തുകൊണ്ട്? അല്പബുദ്ധി കൊണ്ട് ചിന്തിക്കുക. അള്ളാഹിൻ്റെ ആത്മീയ ലോകം, ആ ലോകത്തെ ശാസ്ത്രവും അറിയില്ല, മതവും അറിയില്ല. അപ്പം ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കടന്നപ്പോൾ എത്രയുണ്ട്? 3 ഇഞ്ച് വീതിയും 6 ഇഞ്ച് വലിപ്പവും
കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ 11 ഇഞ്ച്, അതാണല്ലോ ഗർഭാശയം. അതിൽ കടന്നുകൊണ്ട് വളർന്നപ്പോൾ ഗർഭാശയം വിശാലമായി 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 വിശാലമായി. എത്ര കുട്ടികളാണ് ഒരു ഗർഭാശയത്തിൽ? ഒരു കുട്ടി പ്രസവിക്കാനായപ്പോൾ എത്ര കിലോ? 2.5 കിലോ 3 കിലോ അല്ലേ? ഗർഭാശയം വിശാലമായി. ഉമ്മാൻ്റെ പള്ള പൊട്ടിയോ? ഇന്നിപ്പം ഞാൻ ഒരു വീട്ടിൽ പോയി. അപ്പോൾ ആ വീട്ടിൽ നോക്കുമ്പോൾ കുട്ടികൾ 3 എണ്ണം 8ാം ക്ലാസ്സിൽ, 3 എണ്ണം 8ാം ക്ലാസ്സിൽ. ഇപ്പം ഞാൻ ചോദിച്ചു, ഒരു വീട്ടിൽ തന്നെ ഒരാൾ 3 കുട്ടികൾ 8ാം ക്ലാസ്സിൽ. ഇപ്പം ഞാൻ ചോദിച്ചു, എങ്ങളുടെ 3 ആളും 8ാം ക്ലാസ്? ഞങ്ങൾ 3ഉം ഒറ്റ പ്രസവത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരു പ്രസവത്തിൽ 3 കുട്ടികൾ, 3 കുട്ടികൾ ഗർഭാശയത്തിൽ നിന്നിട്ട് ഗർഭാശയം വിശാലമായി. പള്ള പൊട്ടിയോ? എന്നാ ഉഷാറായിട്ട് ഇതായിരുന്നോ? വാപ്പാൻ്റെ ഖബറല്ല വിശാലമാക്കട്ടെ, മൂടുകല്ല് പോകുന്നു പേടിക്കാൻ നിൽക്കണ്ട. എന്തുകൊണ്ട് നമുക്കിതൊക്കെ വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മീയ ലോകവും പഠിക്കണില്ല, ശാസ്ത്രീയ ലോകവും പഠിക്കണില്ല, ഒരു വിഷയം പഠിക്കണില്ല. ഇവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തല്ല, ഇസ്ലാമല്ല. ആളുകളെ വഴി തെറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആത്മാവ് വെച്ചിട്ടുണ്ട്, ശരീരം വെച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഇവിടുത്തെ വായു, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ വെളിച്ചം, ഇവിടുത്തെ ചെയർ, ഇവിടുത്തെ കട്ടിലൊക്കെ ആവശ്യമായി വരും. ഖബറാകുന്ന വീട്ടിലേക്ക് വരുന്നതോടുകൂടെ അവിടേക്കാണ്. ഏതുപോലെ ഗർഭാശയത്തിൽ താമസിച്ചപ്പോൾ അതിനനുസരിച്ചാണ് വായുവും വെള്ളവും കിട്ടിയത്. ഗർഭാശയത്തിന് നമുക്ക് പട്ടിണിയായോ? നിങ്ങൾക്കൊരു സംശയം, വല്ല ബുദ്ധിമുട്ടുണ്ട് അവിടെ? ഗർഭാശയത്തിൽ നമ്മൾ എത്ര സുഖമായിട്ടാണ് താമസിക്കുന്നത് അല്ലേ? നമുക്ക് പോരാൻ പൂതി ഉണ്ടായിട്ടല്ല. പിന്നെന്തായി? ഉമ്മാക്കൊരു പ്രസവ വേദന തുടങ്ങി, പോരല്ലാതെ കോലല്ല. ഇതേ അവസ്ഥ ഇനി നാളെ വരാനുണ്ട്. ഖബറാകുന്ന വീട്ടിലേക്ക് നമ്മളങ്ങോട്ട് പോയി കടക്കുമ്പോൾ നല്ല ജീവിതം നയിച്ച ആളുകളാണെങ്കിൽ അവർ ഖബറിലേക്കാണ് ചെന്നാൽ അവിടെ സ്വീകരണമാണ്. ഗർഭാശയം എന്നതൊരു മിനി സ്വർഗമാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. കുട്ടി ഗർഭാശയത്തിലൊരു സ്വർഗത്തിൽ വളരാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഭർത്താക്കന്മാരോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇസ്ലാം മറ്റുള്ളവരോട് പറഞ്ഞത്, നിങ്ങളെ ഭാര്യക്കോ മോൾക്കോ പെങ്ങൾക്കോ ഉമ്മാക്കോ ആർക്ക് ഗർഭമായാലും ഗർഭിണിയോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറരുത്. ഗർഭിണിയെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത്, ഗർഭിണിയെ വേദനിപ്പിക്കരുത്, ഗർഭിണിക്ക് വിഷമം തോന്നുന്ന ഒരു വാക്ക് പറയരുത്. ഗർഭിണികളോട് ഇസ്ലാം പറയുന്നുണ്ട്, ഗർഭിണികൾ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കണം, ഗർഭിണികൾ നല്ല സ്ഥലത്ത് താമസിക്കണം, മലിനമായ വസ്ത്രം ധരിക്കരുത്. ഗർഭിണി ഒരു മീൻ നന്നാക്കിയ മറ്റൊക്കെ ചെയ്താൽ വേഗം കഴുകി വൃത്തിയാക്കണം. ഗർഭിണി ഇപ്പൊ പ്രസവിച്ച കുട്ടിനെ മുകളിലെ കുട്ടിയുണ്ട്, ആ കുട്ടിനെ എടുക്കലും മൂത്രമൊഴിക്കലും മറ്റൊക്കെ വേഗം കഴുകി വൃത്തിയാക്കണം. ഗർഭിണി ശരീരം അശുദ്ധമായി നിൽക്കരുത്. എന്തുകൊണ്ട്? ഗർഭത്തിൽ നല്ലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ഗർഭിണി മോശമായ വാക്കുകൾ പറയരുത്. എന്തുകൊണ്ട്? ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് കേൾവി ശക്തിയാണ്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം പ്രവർത്തനം തുടങ്ങുന്നത് കേൾവിയാണ്. ഈ ലോകത്തോട് മരിച്ചു പിരിയുമ്പോൾ അവസാനം മരിക്കുന്നത് കേൾവിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞ ആയത്തിലൊക്കെ എന്താ പറഞ്ഞത്? ഇന്ന സംഅ, ആയത്തിലൊക്കെ പറഞ്ഞത് ആദ്യം കേൾവിയാണ്. ഗർഭാശയത്തിൽ വെച്ച് കേൾവി തുടങ്ങും. 4-ാം മാസം കഴിഞ്ഞാൽ മരിച്ച് കാലിന് എല്ലാം അബോധാവസ്ഥയിലാണ്. കാലനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. എന്നാലും നമ്മൾ എന്ത് ചൊല്ലിക്കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? കേൾവി അവസാനിച്ചിട്ടില്ല. ഒരു കുട്ടി ഗർഭാശയത്തിന് ഭൂമിക്ക് വന്നാൽ ആദ്യം തുടങ്ങും കേൾവി, അല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. അപ്പൊ ഇത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഗർഭിണിയുടെ വയറ്റിലൊരു കുട്ടി ഗർഭിണികളെ നിങ്ങൾ നല്ല പോലെ ആയത്തുൽ കുർസി ഓതണം, നല്ല പോലെ സ്വലാത്ത് ചൊല്ലണം, നല്ല പോലെ ഖുർആൻ ഓതണം. എന്തുകൊണ്ട്? നിങ്ങൾ ചൊല്ലുന്ന ഖുർആൻ കുട്ടി കേൾക്കുന്നുണ്ട്. അങ്ങനെ ഗർഭം മുതൽക്കേ ഒരു മനുഷ്യന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ആദരവ് മരണത്തോടു കൂടെ വർദ്ധിക്കുകയാണ്. പക്ഷെ എന്തു വേണം? ജീവിതകാലത്ത് നല്ലത് ചെയ്തവർക്ക് അവിടെ എത്തുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. എന്താ സംഗതി? ഗർഭാശയത്തിലൊക്കെ ഫ്രീ ആണ് അല്ലേ? നമ്മളെ കണ്ണ് എവിടെ നിന്ന് കിട്ടിയതാ? ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടിയതാ? പൈസ കൊടുത്തീനോ? ഇല്ല. ഇവിടെ വന്ന് ചികിത്സിക്കാൻ നോക്കിയാൽ എത്ര രൂപ വേണം? അതാ വിലപിടിപ്പുള്ള കണ്ണ് ഗർഭാശയത്തിൽ ഫ്രീ കിട്ടിയതാ. അതൊരു മിനി സ്വർഗാണ്.
അങ്ങനെ എല്ലാ സാധനം ഗർഭാശയത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഖബറിലേക്കാണ് ചെന്നാൽ ₹1 മുതൽ വെറുതെ കിട്ടൂല, ₹1 മുതൽ വെറുതെ കിട്ടൂല. അതാണ് വ്യത്യാസം. അവിടെ പിന്നെ കിട്ടുക ഏതാണ്? അവിടെ കിട്ടുന്നത് ഭൂമിയിൽ എന്താണോ നന്മ ചെയ്തത് അതിൻ്റെ പ്രതിഫലമാണ് കിട്ടുക. അത് വിചാരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരെ കൂട്ടത്തിൽ നാം ഇപ്പോൾ സ്മരിക്കുന്ന ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 512 ഇറാഖിൽ ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. മുഹീദ്ദീൻ ഷേഖ് തങ്ങളും റിഫായി ഷേഖ് തങ്ങളും ഒക്കെ ഞാൻ വിചാരിച്ചത് പണ്ടത്തെ കാലത്ത് ഓലൊക്കെ എൻ്റെ നാട്ടുകാരാണെന്നാണ് ഞാൻ വിചാരിച്ചു. നേര് പറയാണ്, നിങ്ങളോട് തമാശ പറയല്ല. എന്താ കാരണം? പണ്ട് എല്ലാ വീട്ടിലും കോയിനെ വളർത്തും അല്ലേ? പണ്ടാണ് വെച്ചാൽ നമ്മളെ വീടുകൾക്കൊന്നും ഏതില്ല, ഈ മതിലും വലിയ കെട്ടിപ്പൊന്തിച്ച് അതൊന്നുമില്ല. പണ്ട് എല്ലാ വീടും എന്താണ്, ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ടും പോകും, ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും പോകും അല്ലേ? ഒരു വീട്ടിലും എല്ലാ സാധനവും ഇല്ലല്ലോ, ഉണ്ടോ? പണ്ട് ഇവിടുത്തെ വീട്ടുകാർ ഇങ്ങോട്ട് വായ്പ വാങ്ങും, ഇവിടുത്തെ വീട്ടുകാർ അങ്ങോട്ട് കൊടുക്കും, അങ്ങനെയല്ലേ? പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ആ വീട്ടിൽ എന്തുണ്ട്? ആ വീട്ടിൽ പിക്കാസ് ഉണ്ട്, ഈ വീട്ടിൽ വെട്ടത്തുണ്ട്, മറ്റേ വീട്ടിൽ കൈക്കോട്ടുണ്ട്, എല്ലായിടത്തും എല്ലാം ഉണ്ടാവുമോ? ഇവർക്ക് പിക്കാസ് ആവശ്യമായാൽ ഒരു കൊടുക്കും, ഇവർക്ക് കത്തി ആവശ്യമായാൽ ഇവിടുന്ന് കൊടുക്കും, അങ്ങനെയല്ലേ? പിന്നെ വേറൊരു സാധനമുണ്ട്, പിക്കാസ്, കൈക്കോട്ട്, കത്തി, പിന്നെ ആ തേങ്ങ വിളിക്കണ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ? പാര. അതെല്ലാ വീട്ടിലും പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കും വേഗം പേര് ഓർമ്മയായല്ലോ. അത് പണ്ടേ എല്ലാ വീട്ടിലും ഒക്കെ ഉള്ളത് തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോൾ ഒരു മമാൻ്റെ ഹദീസ് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അന്ന് എന്താ ചെയ്യാന്ന് വെച്ചാൽ, പെണ്ണുങ്ങൾ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ പെട്ടെന്ന് പഞ്ചസാരയും ചോദിച്ചിട്ട് അപ്പുറത്തെ പെരി പോകും ഇല്ലേ, സുപ്ര ചോദിച്ചിട്ട് ഇപ്പുറത്തെ പെരി, അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധാണ്. അപ്പോൾ അന്ന് രാവിലെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നോക്കുമ്പം ഒരു 10-15 കോഴികൾ വീട്ടിൻ്റെ മുറ്റത്ത്. അക്കൂട്ടത്തിൽ ഒരു കോഴി, നല്ല ഉഷാറുള്ളൊരു കോഴി, ഇങ്ങനെ നിൽക്കുന്നുണ്ടാ തന്നെ ആ കോഴിൻ്റെ കാലും, ആ കോഴിൻ്റെ കൊക്കും, ആ കോഴിൻ്റെ പൂവും, നല്ലൊരു പൂവൻ കോഴി. അപ്പം ഞാൻ അമ്മാനോട് ചോദിച്ചു, ആ കോഴിനെ ഇങ്ങനെ കണ്ടപ്പോൾ, എന്താ കോഴിൻ്റെ ഉഷാറ് നിങ്ങൾ കണ്ടിക്കണം? ആ പൂവൻ കോഴിക്ക 10-15 കോഴിക്കളെ കൂട്ടത്തിൽ ആ കോഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണുണ്ടാൽ ഒന്നാം ദിവസത്തിൽ മുദരിസ് നടക്കണ മാതിരി നല്ലൊരു ഗെറ്റപ്പിൽ നടത്താം, അത്ര ഉഷാറില്ല. അപ്പം ഞാൻ അമ്മാനോട് ചോദിച്ചു, ആ കോഴി ഏതാന്ന് ചോദിച്ചു. അത് മൊയ്തീൻ ഷേഖിൻ്റെ കോഴിയാണ്. അപ്പോൾ ഉറപ്പായി മൂപ്പരിവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ഇതിൻ്റെ ഉപ്പ അവിടെ നിസ്കാരപ്പള്ളിയിൽ ഇമാമ് നിൽക്കും. പിന്നെ അവിടെ പരിസരത്തൊക്കെ ഓതാനും ദ്വാർക്കാനും ഒക്കെ പോകാം. ഉമ്മാനോട് ചിലപ്പോൾ പറയും, ഞാൻ എനിക്കൊരു മൊയ്തീൻ ഷേഖിൻ്റെ ഒരു കോഴി നടത്തുങ്ങാണ്ട് അവിടെ ഒരു നീർച്ചയൊക്കെ ഉണ്ട്, ഞാൻ അവിടെ പോയി തരാം, എനിക്ക് ചോറ് വേണ്ട. അവിടെ പോയി 1 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ എനിക്ക് ഉറപ്പായി മൊയ്തീൻ ഷേഖിൻ്റെ കോഴി അടുത്ത് തന്നെയാണ്. നമ്മൾ അമ്മിഞ്ഞപ്പാലിലൂടെ അടുത്ത് മനസ്സിലാക്കിയ ആളാണ് ആര്? മുഹീദ്ദീൻ ഷേഖ് തങ്ങളും റിഫായി ഷേഖ് തങ്ങളൊക്കെ. പക്ഷെ ഓല എവിടെയാ? ഓല ഇവിടെയല്ല. പഠിച്ച് വലുതാകുമ്പോഴല്ലേ നമ്മൾ കാണുന്നത്. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 512 ഇറാഖിലാണ് ജനനം. സഹോദരന്മാരും മനസ്സിലാക്കണം, 512 ജനിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ 578 വഫാത്താകുന്നത്. അപ്പോൾ 66 വയസ്സ് ജീവിച്ചു. 578 വഫാത്തായിരിക്കുന്ന മഹാനവറുകളെ നമ്മളിപ്പോൾ 1500 ഓർക്കണം. നിങ്ങൾ ഓർക്കണം. അപ്പം എന്തേ കാരണം? അവർ ജീവിച്ചപ്പോൾ ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർക്കണം. ബഹുമാനപ്പെട്ടവരെ ഖബർ നിൽക്കുന്നതും എവിടെ തന്നെയാണ്? ഇറാഖിൽ തന്നെയാണ്. ഇറാഖിൽ ജനിച്ചു, ഇറാഖിൽ തന്നെ വഫാത്തായി. 66 വയസ്സ് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ബീവി ഉമ്മുൽ ഫദ്ൽ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ. റിഫായി ഷേഖ് തങ്ങളെ ഉമ്മയാരാണ്? ബീവി ഉമ്മുൽ ഫദ്ൽ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ. മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ അമ്മയാരാ? ബീവി ഉമ്മുൽ ഖൈർ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ. പെണ്ണുങ്ങൾ നല്ല പേരൊക്കെ കിട്ടുമ്പോൾ എടുത്തു വെക്കണം, പഠിച്ചു വെക്കണം. എനിക്കൊരു കുട്ടി ഉണ്ടായാൽ മുഹീദ്ദീൻ ഷേഖിൻ്റെ അമ്മാൻ്റെ പേരിടാ, റിഫായി ഷേഖ് തങ്ങളെ അമ്മാൻ്റെ പേരിടാന്നൊക്കെ. അല്ലാതെ കുട്ടി ഉണ്ടായതിന് ശേഷം പേരും ആലോചിച്ച് ഇങ്ങനെ നടക്കലല്ല. ഇതിൻ്റെ ഇടക്കേണ്ടതിന് പേരൊക്കെ ഒരു പരിഷ്കരിക്കൽ. ഉമ്മാൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, വാപ്പാൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ഒരു കുട്ടിക്ക് പേരിട്ട് നോക്കുമ്പോൾ ഉമ്മാൻ്റെ പേര് സെറീന, വാപ്പാൻ്റെ പേര് കുഞ്ഞിമൂസ. അപ്പോൾ അതിന് മൂസ എടുത്തിട്ട് ഇത് സാവ് കൊടുത്ത് രണ്ടും കൂടി ഇട്ട് നോക്കുമ്പോൾ കുട്ടിൻ്റെ പേര് സമൂസയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പേരും തന്നെ നടക്കേണ്ട. ഞാൻ നാളെ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോൾ വയലിൻ്റെ അടിയിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടി. ഉസ്താദെ, കുട്ടി നാട് വിട്ടു പോയിക്കണം, ഓൻ വരാൻ ദ്വാർക്കണം എന്നാണ്.
അപ്പം ഞാൻ വെറുതെ ചോദിച്ചു കുട്ടിൻ്റെ പേരെന്താ വെച്ചു. പേര് മുസാഫിറാണ്. മുസാഫിർ സഫർ പോയി നമ്മൾ വേർന്നിട്ട് എന്തായാലും എല്ലാവരും മുസാഫിറെന്ന് വെച്ചാൽ ഓൻ സഫർ പോയി ലിക്കുല്ലി സിമ്മിൻ നസീബി. നല്ല പേര് വിളിക്കണം കുട്ടിയൊക്കെ. ബീവി ഉമ്മുൽ ഫضൽ. ആരുടെ ഉമ്മ? റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഫضൽ റളിയല്ലാഹു അൻഹ. ഒരുപാട് മഹാന്മാരെ ചരിത്രം നോക്കിയാൽ ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം, മക്കളെ പോറ്റുക എന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഒരുപാട് മഹാന്മാരെ നോക്കിയാൽ റസൂലുള്ള ആരാണ്? ഉമ്മ വളർത്തിയ മോനാണ്. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ആരാണ്? ഉമ്മ വളർത്തിയ മോനാണ്. റിഫായി ഷേഖ് തങ്ങൾ ജനിക്കണീൻ്റെ മുമ്പ് വാപ്പ ഫാത്തായിട്ടുണ്ട്, വാപ്പാനെ കണ്ടിട്ടില്ല. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മ വളർത്തിയ മോനാണ്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ആരാന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നില്ലേ? ഉമ്മ അങ്ങ് നന്നായാൽ ഇമാം ഷാഫി തങ്ങൾ ഉമ്മ വളർത്തിയ മോനാണ്. റിഫായി ഷേഖ് റളിയല്ലാഹുവിന്റെ വാപ്പാനെ മൂപ്പര് കണ്ടിട്ടില്ല. മൂപ്പര് ഗർഭത്തിലാകുമ്പോൾ തന്നെ വാപ്പ മരിച്ചിട്ടുണ്ട്. ആ മോനെ ഉമ്മ പോറ്റി വളർത്തി 7-ാമത്തെ വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി. 20-ാമത്തെ വയസ്സായപ്പോൾ കിതാബുകൾ മുഴുവനും പഠിച്ചുവെന്ന് മാത്രമല്ല 2 ഇൽമും പഠിച്ചു. ശരീഅത്തിന്റെ ഇൽമും അതേപോലെ തന്നെ തരീഖത്തിന്റെ ഇൽമും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഷെയ്ഖുൽ ഇൽമൈൻ, 2 ഇൽമിന്റെ ഷെയ്ഖ് എന്ന സ്ഥാനപ്പേര് കിട്ടി. അല്ലാഹു റബ്ബി, ആത്മീയമായ ഇൽമ്, അതേപോലെ തന്നെ ഫറള് സുന്നത്ത് പോലത്തെ ആ ഇൽമ്. അപ്പൊ ശറഇന്റെ എല്ലാ ഇൽമുകളും കരസ്ഥമാക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ യാ റബ്ബ് യാ റബ്ബ്. വിവാഹപ്രായമെത്തിയപ്പോൾ ആദ്യം ഒരു കല്യാണം കഴിച്ചു. ഖദീജ എന്നാണ് അവരുടെ പേര്. ഖദീജ എന്ന സഹോദരിയെ കല്യാണം കഴിച്ചിട്ട് അതിൽ 2 മക്കളുണ്ടായി. ആ 2 മക്കൾ, ഒന്ന് സൈനബ്, ഒന്ന് ഫാത്തിമ. ആ ഭാര്യ മരണപ്പെട്ടു. ആ ഭാര്യ മരണപ്പെട്ടപ്പോൾ 2ാമതൊരു കല്യാണം കഴിച്ചു. 2ാമത് കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യ ആബിദ, അതായത് ആദ്യം കല്യാണം കഴിച്ച മരിച്ച ഭാര്യയുടെ സഹോദരി. ആ സഹോദരിയാണ് പിന്നെ 2ാമത് കല്യാണം കഴിച്ചത് ആബിദ. ബീവി ആബിദ ബീവിയെ കല്യാണം കഴിച്ചു. അതിലൊരു മോനുണ്ടായി, സ്വാലിഹ്. ആ സ്വാലിഹ് എന്ന കുട്ടി ചെറുപ്പത്തിലെ മരിച്ചുപോയി, വിവാഹം വയ്ക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. പിന്നെ റിഫായി ഷേഖ് തങ്ങൾക്ക് 2 പെൺമക്കളാണ്. ആ 2 പെൺമക്കൾ സൈനബും അതേപോലെ തന്നെ ഫാത്തിമയും. അവരിൽ ജനിച്ചിരിക്കുന്ന മക്കളാണ് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ പരമ്പര. ആ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഹയാത്ത് കാലത്ത് എന്തായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകത? വളരെ അധികം കിതാബുകൾ കാണാൻ പറ്റും. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതാണ്. ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം കൊടുക്കുക, എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക, എല്ലാ ജീവജാലങ്ങൾക്കും താമസം കൊടുക്കുക. അതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകത. ഞാനൊരിക്കൽ ഇറാഖ് സന്ദർശിച്ചു. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിൽ മസാർ സിയാറത്തിന് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇപ്പോഴും മൂപ്പര മക്കാമിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് ആ മതിലിന്റെ മുകളിലൊക്കെ വലിയ കാല് വെച്ചിട്ട് ആ കാലുമേൽ വെള്ളപ്പാത്രം വെച്ചിട്ടുണ്ട്. അത് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു അന്ന് വെച്ച് പഠിപ്പിച്ചത്. എന്തിന്? ആകാശത്ത് കൂടെ പറക്കുന്ന പക്ഷിക്ക് ദാഹിച്ചാൽ ആ ദാഹിക്കുന്ന പക്ഷി താഴേക്ക് നോക്കുമ്പോൾ വെള്ളം കാണും. അപ്പൊ ആ പക്ഷിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ഉയരമുള്ള കാലിൽ ഇങ്ങനെ വെള്ളത്തിന്റെ പാത്രം വെച്ചിട്ട് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ പാമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ എല്ലാ ജീവജാലങ്ങളെയും പോറ്റുമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മളമ്മമാര് നമ്മൾ താമസിക്കണ വീട്ടിലോ പറമ്പിലോ പാമ്പിന്റെ ശല്യം ഉണ്ടായാൽ എന്ത് ചെയ്യും? റിഫായി ഷേഖ് തങ്ങൾക്കൊരു കോയിനെ നിർച്ചാം, പിന്നെ ആ പാമ്പിനെ കാണൂല അവിടെ. അല്ലാഹു റബ്ബി. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടുണ്ടാവും. ഒരു 2 വർഷമായിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് 40 സെൻറ്റ് സ്ഥലത്താണ്. അപ്പോൾ എന്നോട് ഭാര്യ പറഞ്ഞു, രാവിലെ ഒരു 8 മണിക്ക് 2 പാമ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോകും. വൈകുന്നേരം 6 മണിയാകുമ്പോൾ 2 ഇങ്ങോട്ടും വരും. അപ്പോൾ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, 2 പാമ്പുണ്ട് നമ്മളെ തൊടുവിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ബൈക്ക് പോയിക്കോട്ടെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഞാനും എൻ്റെ കുട്ടികളുമാണ് ഇവിടെ കരിയറിനാണ്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, ഓൽക്കതിൻ്റെ ബേജാറുണ്ടാവുക. അപ്പം നോക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു 2 പാമ്പ് ഇങ്ങോട്ടും വരുന്നു പോയി. ഞാൻ പറഞ്ഞു, അതിൻ്റെ ബൈക്ക് പോയിക്കോട്ടെ. അപ്പം അതൊന്നും പറ്റൂല, പേടി. അപ്പം പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? ഉമ്മാനോട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, എന്ത് ചെയ്യണം? ആ പാമ്പിന് ഒരു കോയിനെ നേർച്ചയാക്കിയാൽ മതി. റിഫായി ഷേഖ് തങ്ങളെ പേരിൽ ഒരു പാമ്പിനെ നേർച്ചയാക്കി, ഒരു കോയിനെ നേർച്ചയാക്കി. ആ കോയിനെ നേർച്ചയാക്കിയതോടുകൂടെ പിന്നെ ആ പാമ്പിനെ നമ്മളെ പറമ്പിൽ കണ്ടിട്ടില്ല.
റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ജീവികളും ബഹുമാനപ്പെട്ടവരെ പേടിക്കും. ബഹുമാനപ്പെട്ടവർ എന്തുകൊണ്ട്? എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന ആളാണ് റിഫായി ശൈഖ് തങ്ങൾ. എന്നിട്ട് നമ്മളോട് റിഫായി ശൈഖ് തങ്ങൾ പറയുന്നുണ്ട്, എന്താ ഓർമ്മപ്പെടുന്നത്? ഇദാ റഅയ്തൽ ഫഖീറ ഫഅലം അന്നഹു ഹിബത്തും മിനല്ലാഹി ലക് ഫഹ്ഫളിൽ ഹിബത. നിന്റെ വീട്ടിലോ നിന്റെ മുന്നിലോ ഒരു ഫക്കീറായ മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വല്ല സഹായവും തേടിയാൽ നീ അവനെ നിസ്സാരപ്പെടുത്തരുത്, നീ അവനെ അവഗണിക്കരുത്, നീ അവനെ ആക്ഷേപിക്കരുത്, നീ അവനെ വിറപ്പിച്ച് പറഞ്ഞയക്കരുത്. റിഫായി ശൈഖ് തങ്ങൾ പറയാണ്, ഒരു പാവപ്പെട്ടവൻ നിന്നെ സമീപിച്ചാൽ നീ മനസ്സിലാക്കണം, അള്ളാഹു നിനക്കൊരു സന്തോഷം തരുകയാണ്, അള്ളാഹു നിനക്കൊരു സംഭാവന തരുകയാണ്, അള്ളാഹു നിനക്കൊരു സമ്മാനം തരുകയാണ്. ഇദാ റഅയ്തൽ ഫഖീറ, ഒരു ഫക്കീറിനെ നീ കണ്ടുമുട്ടിയാൽ ഫഅലം അന്നഹു ഹിബത്തുൽ ലക മിനല്ലാഹ്, ആ സാധു മനുഷ്യൻ അല്ലാഹു തആല നിനക്ക് തന്നിരിക്കുന്ന ഒരു പാരിതോഷികമാണ്. ഫഹ്ഫളിൽ ഹിബത, നിനക്ക് കിട്ടിയിരിക്കുന്ന ആ സമ്മാനത്തെ നീ ശ്രദ്ധിച്ചോ. നിന്നെ കൊണ്ട് കഴിയുമോ നല്ല സഹായം കൊടുക്കുക, ഉള്ളെങ്കിൽ ഉള്ളത് കൊടുക്കുക. അല്ലാതെ ഒരു ഫക്കീറിനെ അവഗണിക്കരുത്. ഒരു ഫക്കീറിനെ നീ നമുക്കുണ്ട് വാപ്പാൻ്റെ ഒക്കെ ചങ്ങായിമാരുണ്ടാവും, പഴയ ആൾക്കാർ. വാപ്പ മരിച്ചതിന് ശേഷം മൂപ്പരിങ്ങനെ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ചങ്ങാഴ്ചകളുണ്ടാവും, പഴയ ആൾക്കാർ. മനസ്സിലായോ? ഇപ്പോഴും അവരെന്താകും വരും. അപ്പം നമ്മൾ പുതിയ കുട്ടികൾ, ഈ തള്ളക്ക് എന്നും ഇതന്നെ പണി, ഉമ്മാൻ്റെ ചങ്ങാഴ്ചയെന്ന് ചോദിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വരേണ്ട കാര്യം എന്താ? വരികയാണെങ്കിലോ ഉച്ചക്ക് ആ ചോറ് വയ്ക്കണ നേരത്തെ തന്നെ വരുവുള്ളൂ. അല്ലാഹു റബ്ബി, അല്ലാഹു തആല നിന്നെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ഫക്കീറായ മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, ആരെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ അവരെ അവഗണിക്കരുത്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നമുക്ക് നൽകുന്ന ഉപദേശമാണ്. മാത്രമല്ല റിഫായി ശൈഖ് തങ്ങൾ ഒരു പതിവന്ത വക്കാന ഇദാ റആ ശൈഖൻ കബീറൻ യദ്ഹബു, ഒരു കുറച്ച് അപ്പുറത്ത് ഒരു പ്രായമുള്ള ആൾ നിൽക്കുകയാണ്. പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുന്നാ പിന്നെ എഴുന്നേൽക്കാൻ വയ്യ, എഴുന്നേറ്റാൽ നടക്കാൻ വയ്യ, നടന്നാൽ ഒറ്റയ്ക്ക് പോകാൻ വയ്യ. പ്രായമുള്ള ആളുകൾക്കൊരു സഹായം വേണം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബസ്സിലോ മറ്റോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രായമുള്ള ആൾ കയറിയാൽ നമ്മളെന്ത് ചെയ്യും? കഴിയുന്നതും കാണാത്ത മാതിരി ഇരിക്കും, അല്ല? അങ്ങനെ തന്നെയല്ലേ, അല്ലേ? കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യും? കാണാത്ത മാതിരി ഇരിക്കും. പിന്നെ കുടുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു സ്ഥലം ഇങ്ങനെ കൊടുക്കാം, 2 സീറ്റ് 3 പറ്റുമോ, അല്ലേ? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രായമുള്ള ആൾ ദൂരെ നിൽക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിലേക്കാണ് ചെല്ലും. വക്കാന ഇദാ റആ ശൈഖൻ കബീറൻ യദ്ഹബു, അയാളിലേക്ക് അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടും. എന്താണ് ആവശ്യം, എന്താണ് സംഗതി, എന്താ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. എന്താ റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ അക്രമ ദാ ശൈബത്തിൻ, മൻ അക്രമ ദാ ശൈബത്തിൻ, പ്രായമായി തല നരച്ചു, തൊളി ചുക്കിച്ചൊലിഞ്ഞു, അദ്ദേഹത്തിന് നിന്നാൽ ഇരിക്കാൻ വയ്യ, ഇരുന്നാൽ നടക്കാൻ വയ്യ, അങ്ങനത്തെ പ്രായമുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരെ നിങ്ങൾ മൻ അക്രമ ദാ ശൈബത്തിൻ, പ്രായമുള്ള ആളുകളെ ആരാണോ ബഹുമാനിച്ചത്, ആരാണോ സഹായിച്ചത്, ആരാണോ ആദരിച്ചത്, സഖറല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ ശൈബത്തിഹി, ദുനിയാവിൽ തന്നെ നിനക്ക് പ്രായമാകുന്ന സമയത്ത് നിന്നെ സഹായിക്കാൻ അല്ലാഹു തആല മറ്റ് ആളുകളെ കീഴ്പ്പെടുത്തി തരും. അല്ലാഹു റബ്ബി, പ്രിയപ്പെട്ട ഉമ്മമാർ ഓർക്കണം, പ്രിയപ്പെട്ട സഹോദരിമാർ ഓർക്കണം. ചില ഉമ്മാരൊക്കെ ഉണ്ട്, അവനാൻ്റെ പെൺകുട്ടികളോട് നല്ല സ്നേഹം, മകൻ്റെ പെണ്ണുങ്ങളോടോ വേറൊരു പെരുമാറ്റം. അങ്ങനെ ഈ വൈക്കൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ? നല്ല നാട്, അള്ളാഹു ഖൈർ തരട്ടെ. അല്ല, എല്ലായിടത്തും പോരേ മാതിരിയല്ലല്ലോ. ഞങ്ങളാ വൈക്കൊക്കെ ചില പേരിൽ അങ്ങനെ ഒരു കേസ് കേൾക്കാം. എന്ത്, മകള് വേറി മരുവോള് വേറി, അല്ലേ? അതെന്നെ പറയേണ്ട കാര്യമില്ല. പെൺകുട്ടികളും നോക്കണം. ഇതാരാ മോളെ? ഇത് ഉമ്മ, ഇത് അമ്മായിമ്മ. ഇതിനെ കയറ്റം കയറാൻ നിൽക്കേണ്ട കാര്യം. ഇതാരാ മോളെ? ഇത് ഇവിടുത്തമ്മ, ഇത് അവിടുത്തമ്മ. 2 ഉമ്മയാണ്. ഇത് ഇവിടുത്തമ്മ, ഇത് അവിടുത്തമ്മ. ഇത് ഇവിടുത്തെ വാപ്പ, ഇത് അവിടുത്തെ വാപ്പ. എത്ര സുഖണ്ടത് കേൾക്കാൻ തന്നെ. ഓ ഉമ്മമാരെ, നിങ്ങളെ മോളെ കെട്ടിച്ചയച്ചു, ഓളും ഭർത്താവും എവിടെയാണ്? ഒരു 2 കുവൈത്തിലാണ്. മറ്റേ മോളെ കെട്ടിച്ചയച്ചു, ഒരു 2 എവിടെയാണ്? ഒരു ദുബായിലാണ്, ഇല്ലേ? മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, ആ മോൾ എവിടെയാണ്? ആ മോള് നിങ്ങളപ്പം വീട്ടിലാണ്. അതുകൊണ്ട് ഈ മോളെ നല്ലപോലെ സ്നേഹിച്ചോ, ഈ മോളെ നല്ലപോലെ സംരക്ഷിച്ചോ. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് സംരക്ഷിക്കാനും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും നിങ്ങളെ എല്ലാ ശുശ്രൂഷ ചെയ്യാനും നിങ്ങളെ മോള് കുവൈത്തിലായിരിക്കും, ഈ മോളാണ് കൂടെ ഉണ്ടാവുക. ആരും ആരെയും അവഗണിക്കണ്ട.
അതാണ് ബഹുമാനപ്പെട്ടവർ, പ്രായമുള്ളവർ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീട്ടിലോ നമ്മുടെ വീട്ടിലോ വാപ്പയാവട്ടെ, വല്യപ്പയാവട്ടെ, മറ്റൊരാളാവട്ടെ, ഉമ്മയാവട്ടെ, വല്യമ്മയാവട്ടെ, ഒരു പ്രായമുള്ള ആളെ നമുക്ക് സംരക്ഷിക്കാൻ കിട്ടിയാൽ, പരിപാലിക്കാൻ കിട്ടിയാൽ ഓർക്കണം, ഇത് അള്ളാഹു നമുക്ക് ചെയ്തൊരു സമ്മാനമാണ്. കഴിയുന്നത്ര അവർക്ക് സംഗതി കൊടുക്കുക, ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുക. എന്തേ? നിനക്ക് പ്രായമാകുമ്പോൾ നിന്നെ സഹായിക്കാനും നിനക്ക് വേണ്ടത് ചെയ്തു തരാനും അള്ളാഹു തആല മറ്റാളുകളെ ഏർപ്പാട് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രോ റിഫായി ശൈഖ് തങ്ങൾ പഠിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വകാന യഖ്റുജു ഇല ത്വരീഖി, ബഹുമാനപ്പെട്ടവർ റോഡരികിൽ പോയിട്ട് നിൽക്കും. റോഡരികിൽ പോയി നിൽക്കും. എന്തേ? പഴയ കാലത്തൊക്കെ ആഴ്ച ചന്ത ഉണ്ടാവും. ഇവിടെ ഉണ്ടല്ലോ ചന്ത. പണ്ടത്തെ കാലത്ത് ചന്തല്ല. ഇപ്പൊ കുട്ടികൾക്ക് ചന്ത പറഞ്ഞാൽ അറിയോ? പണ്ട് ചന്തയിലാണ് എല്ലാ ബിസിനസ്സും നടക്കുക. മുതലാളിമാരും ചന്തയിൽ വരും, സാധുക്കളും ചന്തയിൽ വരും, കച്ചവടക്കാരും വരും, ദല്ലാലിമാരും വരും, ഒക്കെ വരും. എന്താണ്? ചന്തയിലാണ് എല്ലാ സാധനവും കിട്ടുക. കുറച്ച് ആദായത്തിൽ കിട്ടും ചെയ്യും. ഇപ്പം പിന്നെ ചന്തൻ്റെ ആവശ്യമില്ല ഉസ്താദെ. എന്താ സംഗതി? ഇപ്പം സൂപ്പർ മാർക്കറ്റിൻ്റെ മേലെ ഏത് മാർക്കറ്റായി? ഹൈപ്പർ മാർക്കറ്റായി. ഇങ്ങനെ മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ്. പിന്നെ ഇതിനെ ചന്ത. അപ്പം അങ്ങനത്തെ കാലം വന്നപ്പോൾ പിന്നെ ചന്തയൊക്കെ പോയി. പഴയ കാലത്ത് ചന്തൻ്റെ ദിവസം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന റോഡരികിൽ വകാന യഖ്റുജു ഇല ത്വരീഖി, റോഡ് സൈഡിൽ പോയിട്ട് നിൽക്കും. എന്തിനു വേണ്ടി? കണ്ണ് കാണാത്തവർ നടന്നു പോകുന്നുണ്ടോ അവരെ കൈ പിടിക്കാൻ. നടക്കാൻ വയ്യാത്തവർ വേച്ച് പോകുന്നുണ്ടോ അവരെ താങ്ങിയെടുക്കാൻ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു റോട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കും. എന്നിട്ടോ യാ റബ്ബ് യാ റബ്ബ്, ബഹുമാനപ്പെട്ടവർ ആ റോഡിൽ ഇങ്ങനെ നിന്നിട്ട് വകാന യഖ്റുജു ഇല ത്വരീഖി, വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കും. എന്നിട്ടോ ഹത്താ ഇദാ ജാഉ യഖുദു ഐദിഹിം, കണ്ണ് കാണാത്തവരോ നടക്കാൻ വയ്യാത്തവരോ ഒക്കെ മൂപ്പര് ഇങ്ങനെ കണ്ടാൽ ഓടി ചെന്നിട്ട് അവരെ കൈ പിടിക്കും. ഒരു പ്രാവശ്യം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കണ്ണ് കാണാത്ത ആളെ ഒരു കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തെ സഹായിച്ചിങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നടക്കാൻ വയ്യാത്ത ഒരാൾ ചന്തിട്ട് നിരങ്ങിയിട്ട് വേച്ച് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ടാണ്? ഞാൻ ചന്തയിൽ. അദ്ദേഹത്തെ വാരിയെടുത്ത് ചുമലിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, സുൽത്താനുൽ ആരിഫീൻ, ഔലിയാക്കളുടെ നേതാവ്, സുൽത്താൻ, ഔലിയാക്കളുടെ സുൽത്താൻ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ മാർക്കറ്റിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആളുണ്ട്, ഒരു ചുമലിൽ നടക്കാൻ വയ്യാത്ത ആളുണ്ട്. ഇവർ രണ്ടാളെയും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ചന്തയിലേക്ക്, മാർക്കറ്റിലേക്ക് എത്തുന്നത്. യാ റബ്ബ് യാ റബ്ബ്, ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ അല്ലാഹു നമുക്ക് ഹയാത്ത് കാലത്തിൽ തന്നെ പ്രതിഫലം തരും. ആഖിറത്തിലോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു രോഗം സന്ദർശിക്കാൻ ഒരാളെടുത്ത് പോയി. ആ രോഗിയെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ട്. അവരോട് അലിയാർ ചോദിച്ചു, നിങ്ങളിവിടെ വെറുതെ വന്നതാണോ അതല്ല രോഗം സന്ദർശിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വഅദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമാ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിച്ച ഉദുവത്തൻ, രാവിലെയാണ് സന്ദർശിച്ചതെങ്കിൽ, രാവിലെയാണ് സ്വല്ല അലൈഹി സബൂന അൽഫ മലക്കിൻ, ആ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്തായും സിയ, വൈകുന്നേരമാകുന്നത് വരെ. വൈകുന്നേരത്തെ ഒരു രോഗിയെ കാണാൻ പോയാൽ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും, നേരം പുലരുന്നത് വരെ. അത്ര പ്രധാനമാണ് രോഗസന്ദർശനം. രോഗിയെ സന്ദർശിക്കുക, ശുശ്രൂഷിക്കുക, മരിച്ചവരെ പരിപാലിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരെ കൈപിടിക്കുക. അല്ലാഹു റബ്ബി, പ്രായമായ ആളുകളെ സഹായിക്കുക. പെട്ടെന്നൊരു ഭർത്താവാണ് മരിച്ചു, 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളുടെ ഉമ്മാന്റെ മനസ്സ് കത്തിപ്പുകയുകയാണ്, നീറിപ്പുകയുകയാണ്. ആ അർമ്മിലത്ത് നിന്നാണ് അല്ലേ പടച്ചോനെ ആ വിധവയായ പെണ്ണ്, മഹല്ല് കമ്മിറ്റി ചേർന്നു. ആ വിധവയായ പെണ്ണിന്റെ ഭർത്താവ് മാസത്തിൽ 10,000 രൂപ മദ്രസയിൽ ശമ്പളം കിട്ടിയ ആളാണ്. ഇപ്പോഴോ അയാൾ മരിച്ചു. ഇനിയും 3 കുട്ടികളും ഉമ്മയാണ്. ആര് നോക്കും അവരെ? ആര് സംരക്ഷിക്കും? അപ്പോഴാണ് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുന്നത്, ഒരു കൊല്ലം ഒരു കൊല്ലം അവർക്കുള്ള ചെലവ് നമുക്ക് നടത്തണം. അപ്പോഴാണ് പ്രവാസികളായ 2 സഹോദരന്മാർ, നമ്മുടെ നാട്ടിലങ്ങനെ ഒരാൾ മരണപ്പെട്ടു, അവിടെ കഴിവുള്ള ആളുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരോട്, അല്ലാഹു റബ്ബി, മരിച്ച ആൾക്കാരുണ്ട്, പ്രായമുള്ള ഉമ്മ ഉണ്ട്,
ആ ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ മാസത്തിൽ 2000 രൂപ വേണം. കഴിവുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, ഈ ആ മെഡിക്കൽ ഷോപ്പിൽ 2000 ഉറുപ്പിക ഏൽപ്പിക്കണം ആ ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ. അദ്ദേഹം അത് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാ മാസവും ആ ഉമ്മ പോയിട്ട് മരുന്ന് വാങ്ങും 2000 രൂപക്ക്. റേഷാപ്പിൽ ഏൽപ്പിച്ചു അരി കൊടുക്കാൻ. വേറെ ഒരാൾ അപ്പുറത്തെ പലചരക്ക് കടയിൽ ഏൽപ്പിച്ചു സാധനങ്ങൾ കൊടുക്കാൻ. അപ്പൊ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു. 3 കുട്ടികളും അവരെ ഉമ്മയും. അൽഹംദുലില്ലാഹ് അവർക്ക് പലചരക്ക് കടയിൽ സാധനം വാങ്ങാൻ ഒരാൾ ബില്ല് കൊടുക്കും, മെഡിക്കൽ ഷോപ്പിൽ ബില്ല് വേറൊരാൾ കൊടുക്കും, റേഷാപ്പിൽ അരി വേറെ ഒരാൾ കൊടുക്കും. അല്ലാഹു റബ്ബി, നമ്മളൊക്കെ ജീവിതത്തിൽ നന്മകൾ ചെയ്യണം. മഹല്ല് കമ്മിറ്റി, SYS കമ്മിറ്റി, മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പോലത്തെ കമ്മിറ്റികളൊക്കെ എന്ത് ചെയ്യണം? ഇത്തരം കാര്യത്തിന് മുന്നോട്ട് വരണം, ഇത്തരം കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചെന്ന മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ അങ്ങനെ ഒരു നിഴല് പോലെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. റസൂലുള്ളാഹി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടപ്പെട്ട ആളുകളാണ്. എന്താണ്? അവർക്ക് ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാത്തത് കൊണ്ട് കിട്ടിയ ഇല പോലത്തതൊക്കെ ചുറ്റിയിട്ട് അതുകൊണ്ട് മറച്ചിട്ടാണ് അവർ റസൂലുള്ളാഹിന്റെ അടുക്ക് വരുന്നത്. മുളർ കബീലക്കാരാണ് അവർ. വളരെ കഷ്ടപ്പെട്ട ആളുകൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. നബി തങ്ങൾക്ക് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഇവർക്ക് വസ്ത്രം കൊടുക്കാൻ സഹായിക്കാൻ ആരുണ്ട്? നബി തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു റസൂലുള്ള. അവസാനം നബി തങ്ങൾ പറഞ്ഞു, ഒരു കാരക്ക കീറുകൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ഒരാളെ കയ്യിൽ ഒരു കാരക്ക ഉള്ളുവെങ്കിൽ പകുതി ഇയാൾക്കും പകുതി നിങ്ങൾക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിലും നിങ്ങൾ കൊടുക്കണം. വഅദ് കേട്ട സ്വഹാബാക്കളൊക്കെ വീട്ടിൽ പോയി. മദീന പള്ളിയുടെ മുൻവശത്ത് ഒരു ഭാഗത്ത് കാരക്കയുടെ കൂമ്പാരം, ഒരു ഭാഗത്ത് വസ്ത്രത്തിന്റെ കൂമ്പാരം. നബി തങ്ങളെ മുഖം പ്രകാശിച്ചു. ആ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്തു, അവർക്കൊക്കെ വസ്ത്രം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മഹല്ല് കമ്മിറ്റിയായി പ്രവർത്തിക്കുമ്പോൾ, നമ്മളൊരു സന്നദ്ധ കമ്മിറ്റിയായി പ്രവർത്തിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ശൈഖുന EK ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെയൊക്കെ ഒരുപാട് കമ്മിറ്റികൾ പല വിഷയത്തിലും പ്രവർത്തിക്കുന്നവരുണ്ട്. നാം ഒക്കെ സ്വന്തമായും ഇങ്ങനെയുള്ള കമ്മിറ്റികളിലൊക്കെ ചേർന്നും രോഗികളെ സന്ദർശിക്കൊണ്ട് അവർക്ക് സഹായം വേണോ? പാവപ്പെട്ടവരെ സഹായം വേണോ? രോഗത്തിന്റെ ചികിത്സക്ക് അങ്ങനെ തുടങ്ങി നിയ്യത്ത് നന്നാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ചെറുതല്ല. ഞാൻ മുതലാളിയാണെന്ന് കരുതി കാത്തു നിൽക്കണ്ട. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാം ലോകത്തിന്റെ 2ാം ഖലീഫയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പാതിരാക്ക് കരച്ചിൽ കേട്ടു. ചെന്ന് നോക്കുമ്പോൾ ആരാണ്? പ്രസവ വേദന കെട്ടിക്കിടക്കുന്ന സ്ത്രീയാണ്. വേഗം വീട്ടിലേക്ക് ഓടി ഭാര്യ ഉമ്മു കുൽസൂമിനെ വിളിച്ചു. ആ സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷ എടുക്കുന്നത് ആരാണ്? ഉമർ ഖത്താബ് തങ്ങളുടെ ഭാര്യയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏത് മഹാന്മാരെ നോക്കിയാലും അവരൊക്കെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്ന നല്ല പാന്താവ്. നമ്മൾ ഈ അനുസ്മരണമൊക്കെ നടത്തുന്നത് എന്തിനാ? അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അത്തരം നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഉമ്മമാരോടും സഹോദരിമാരോടും ഒക്കെ ഇന്ന് നമ്മൾ വേറെ ഒരാൾക്ക് സഹായം നമ്മൾ ഓർക്കണം. പടച്ചോനെ, ഇത് എനിക്കാണെങ്കിലോ, അല്ലേ? നമ്മളിങ്ങനെ റോട്ടിൽ വണ്ടി ഇങ്ങനെ പോണ സമയത്ത് കാണാം ഒരു നല്ലൊരു 2-3 ഹമ്പ് ഉണ്ടെങ്കിൽ അവിടെ കാണാം ഒരു ബക്കറ്റുമ്പോൾ തലി ഒട്ടിച്ചിട്ട് കിഡ്നി മാറ്റി വെക്കലാണ്, ഹാർട്ട് മാറ്റി വെക്കലാണ്, അല്ലേ? അല്ലാഹു റബ്ബി, പടച്ചോനെ, അത്തരം വലിയ പരീക്ഷണങ്ങൾ ഞങ്ങൾക്കൊന്നും തരല്ലേ അല്ലാ. നമ്മളെപ്പോഴും എന്തു വേണം? അർഹതപ്പെട്ട ആളുകളെ സഹായിക്കാൻ കഴിയുന്നത് ചെയ്യണം. ഇല്ലെങ്കിൽ ആരെയും അവഗണിക്കാതിരിക്കണം. അതൊരു വലിയ സംഗതിയാണ്. ഒരു സഹായം ചോദിക്കുന്ന ആളെ സഹായം കേട്ടില്ല എന്ന് വെക്കുക, കണ്ടില്ല എന്ന് വെക്കുക, അറിഞ്ഞില്ല എന്ന് വെക്കുക, അതല്ല. 100 കൊടുക്കാൻ കഴിയുള്ളൂ, ബിസ്മില്ല. 1000 കൊടുക്കാൻ കഴിയുമോ? ബിസ്മില്ല. പഴയമക്കാർ പറയും, കഞ്ഞിയില്ലെങ്കിൽ കഞ്ഞിക്കൊത്ത വാക്ക് പറയണം. ഇപ്പോൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും ഒക്കെ സ്വന്തം മാതാപിതാക്കളെ പോലും
വൃദ്ധസദനങ്ങളിൽ അയക്കുന്ന വാർത്തകളൊക്കെ കേൾക്കാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഒരു കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. മാതാവും പിതാവും ചേർന്ന് വൃദ്ധസദനത്തിൽ പോയി. അപ്പം അവിടെ പോയി ബുക്ക് ചെയ്ത് പോരുമ്പോൾ പേരക്കുട്ടിയും കൂടെ പോയിരുന്നു. അപ്പം അവിടെ പോയി പ്രായമുള്ള വാപ്പാക്കും ഉമ്മാക്കും ഉള്ള മാതാപിതാക്കൾക്കുള്ള പേരൊക്കെ ബുക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് വൃദ്ധസദനത്തിൽ സീറ്റ് ഉറപ്പിച്ച് പോന്ന് വൃദ്ധസദനത്തിൻ്റെ ഗേറ്റിങ്ങൊക്കെ എത്തിയപ്പോൾ കൈ പിടിച്ച് നിൽക്കണ ചെറിയ കുട്ടി, ഡാഡി ഞാൻ ഇപ്പോൾ വരാറുണ്ട്, അങ്ങോട്ട് തന്നെ ഓടി ചെന്നിട്ട് ആ കുട്ടി പറഞ്ഞു 2 സീറ്റും കൂടി ബുക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ, അടുത്ത വർഷത്തിന്. ആ ബുക്ക് ചെയ്ത് കാണും ഓനോട് ഗേറ്റിങ് എത്തിയപ്പോൾ വാപ്പ ചോദിച്ചു, ഇജ്ജെന്തിനാ അങ്ങോട്ട് തന്നെ പോയി ചോദിച്ചു. അല്ല നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും ബുക്ക് ചെയ്ത് വെച്ചില്ലേ, നിങ്ങൾക്ക് രണ്ടാക്കും ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓർമ്മിക്കണത് നല്ലതാണ്, നമ്മളൊക്കെ എവിടേക്ക് തന്നെയാണ് നടക്കുന്നത്? ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് പോണത് അല്ലേ? അല്ലാഹു റബ്ബി. ഹോസ്പിറ്റൽ വരാന്തയിൽ ആര് കാത്തു നിൽക്കുകയാണ്? ഒരു ഉമ്മയും 2 മക്കളും, ഒരു ഉമ്മയും ബാപ്പയും, പ്രായമുള്ള ഉമ്മയും ബാപ്പയും, ഒരു 2 ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു പ്രായമുള്ള ഉമ്മയും ബാപ്പയും വരുന്നത്. ഒരു 2 വന്ന് നോക്കുമ്പോൾ എന്താണുള്ളത്? അവരെ കൂടെ ഒരു മോനുണ്ട്, ഒരു കാലിങ്ങനെ ഒരു വികലാംഗനായ കുട്ടിയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒപ്പം ഇരുന്ന് നോക്കുമ്പം ഈ ഉമ്മാനെ, ഈ കാലുകൊണ്ട് വയ്യാത്ത ഈ കുട്ടി ഉമ്മാനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട്, മരുന്ന് വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ പരിചയപ്പെട്ടു ഇവർ 2 വയസ്സായ കുടുംബക്കളപ്പുറം. അപ്പോൾ ഒരു പരിചയപ്പെട്ടു, നിങ്ങളെവിടെ? നിങ്ങൾ എന്ന സ്ഥലത്ത്. മക്കളൊന്നുമില്ല, എൻ്റെ ഒറ്റക്കായി. ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണ്. ഒരാൾ ഖത്തറിൽ, ഒരാൾ കുവൈത്തിൽ, ഒരാൾ സൗദിയിൽ. ഓരൊക്കെ അവിടെയാണ്, പൈസ ഒക്കെ അയച്ചു തരും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ നോക്കാൻ പാലുമില്ല. പൈസ ഒക്കെ ബാങ്കിലും അക്കൗണ്ടിലൊക്കെ ആവശ്യം. പക്ഷേ ഒരു ഓട്ടോറിക്ഷക്കാരൻ കുട്ടിയുണ്ട്, ഓൻ്റെ ഒപ്പാണ് വരൽ. ഇപ്പോൾ ഓട്ടോറിക്ഷ ഇവിടെ കൊണ്ടുവന്നിറക്കി പോയിക്കണം, ഞാൻ വരുമ്പം വേണം നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇമ്പനുണ്ട് ഉമ്മാനിങ്ങനെ ഇരുത്തിയിട്ട് ഒരു കുട്ടി, കാലുകൊണ്ട് ചെയ്യാത്തൊരു കുട്ടി ഉമ്മാൻ അങ്ങോട്ട് കൊണ്ടുപോകണം, ഡോക്ടറെ എടുത്ത് ഉമ്മാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പിന്നെ വാപ്പാനെയും കൊണ്ടുപോകണം. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചു. ഞങ്ങൾക്കും 3 കുട്ടികളാണ്, 2 കുവൈത്തിലും അബുദാബിയിലും ഒക്കെയാണ്. ഇവനാണ് ഇപ്പോൾ ഞങ്ങളൊപ്പം ഉള്ളത്. അപ്പോഴാണ് മറ്റൊരു 2 അമ്മമാരും വാപ്പ. നമ്മളൊരു കുട്ടിയെങ്കിലും ഇങ്ങനെ അയക്കണമെങ്കിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്നില്ലേ? എന്നെങ്കിൽ ഒരു കുട്ടിയെങ്കിലും നമ്മളതും ഇങ്ങനെ കാലുകൊണ്ട് ചെയ്യാത്തുണ്ടെങ്കിലേ നമ്മളെ നോക്കാൻ ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിന്ന് പറഞ്ഞത് പോലെ അതാണ്. ഞമ്മക്കൊക്കെ ഒരു തളർച്ച വരും. ആ സമയത്തെക്കുറിച്ചും കൂടി ഓർമ്മ വേണം. മറ്റൊരു പാവപ്പെട്ടവനെ കാണുമ്പോൾ, മറ്റൊരു കണ്ണ് കാണാത്തവനെ കാണുമ്പോൾ, മറ്റൊരു പ്രായമുള്ളവരെ കാണുമ്പോൾ, മറ്റൊരു ദുഃഖം അനുഭവിക്കുന്നവനെ കാണുമ്പം കണ്ടില്ല എന്ന് വെക്കലല്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നായയെ പോലും കണ്ടില്ല എന്ന് വെച്ചിട്ടില്ല. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയാലോ, നായയെ ചികിത്സിച്ച ആ കഥ ശരിക്കും ഓർമ്മപ്പെടുത്തിയാൽ കാണാം. നായ ഇങ്ങനെ കരയാണ്, വേദന സഹിച്ചിട്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു മിളല്ലത്ത് പോലെ ഒരു പാത്രം, ഒരു താമസം ഉണ്ടാക്കി. അങ്ങനെ അടിവിശാലമായതും മുകളിങ്ങനെ കുടിസായതും ഇങ്ങനെ ഒരു ചെറിയ പന്തലുണ്ടാക്കിയിട്ട് നായയെ അതിൽ കടത്തി. റിഫായി ശൈഖ് തങ്ങൾ മല കയറിയിട്ട് പറിമരുന്ന് പരിച്ചുണ്ടാക്കി. എന്നിട്ട് ആ പറിമരുന്ന് കൊണ്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് ഒരു തൂവലെടുത്തിട്ട് ആ പട്ടിക്ക് ഇങ്ങനെ പുരട്ടിക്കൊടുത്തു. 40 ദിവസത്തെ ചികിത്സ ആ പട്ടിക്ക് കൊടുത്തപ്പോഴാണ് റിഫായി ശൈഖ് തങ്ങളോട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങളൊരു പട്ടിക്ക് വേണ്ടി ഇത്ര സമയം കളയണോ? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, പട്ടി അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, നമ്മളും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ പട്ടിക്ക് ചികിത്സ അറിയില്ല, പട്ടിക്ക് മരുന്നറിയില്ല, പട്ടിക്ക് രോഗം അള്ളാഹു തല കൊടുത്തതാണ്. ഈ ജീവി നാളെ ആഖിറത്തിൽ വരുമ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട്, പടച്ചോനെ, ഞാൻ അഹമ്മദുൽ കബീർ റിഫായിയോട് സുഖമില്ലാതെ കടന്നിട്ട് ഒരു നേരത്തെ ദാഹജലത്തിന് വേണ്ടി, ഒരു നേരത്തെ മരുന്നിന് വേണ്ടി ഞാൻ കരഞ്ഞപ്പോൾ റിഫായി ശൈഖ് എനിക്ക് മരുന്ന് വാങ്ങി തന്നിട്ടില്ല എന്ന് എന്നെപ്പറ്റി ഈ പട്ടി അള്ളാഹിനോട് കേസ് പറഞ്ഞെങ്കിലോ? അതുകൊണ്ടാണ് ഞാനതിന് നോക്കുന്നത്. മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മളെ മനസ്സിന് നന്മയിലേക്കൊരു പരിവർത്തനം വരണം. പടച്ചോനെ, എനിക്കും മരിച്ചു പോകണല്ലോ. അങ്ങനെയുള്ള ആളുകൾ, റിഫായി ശൈഖ് തങ്ങളെപ്പോലുള്ള ആളുകൾ മരണപ്പെട്ടാൽ മലായിക്കത്ത് ഇങ്ങനെ കാത്തു നിൽക്കല്ലേ അവരെ സ്വീകരിക്കാനും? മലായിക്കത്ത് കാത്തു നിൽക്കല്ലേ? കോഴിമുട്ടക്കുള്ളിൽ കുഞ്ഞെങ്ങനെ വളർന്നോ, ഉമ്മയുടെ ഗർഭാശയത്ത് നമ്മളെങ്ങനെ വളർന്നോ, അതാണ് റസൂലുള്ളാഹി തങ്ങൾ ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, നിങ്ങളുടെ ഖബർ ഒരു സ്വർഗ്ഗ പൂങ്കാവനമായിരിക്കും,
ഉമ്മയുടെ ഗർഭാശയം നമുക്കൊരു മിനി സ്വർഗമായതുപോലെ ഖബറും ഒരു മിനി സ്വർഗമായിരിക്കും. ആ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അതിനാണ് അനുസ്മരണം വെക്കുന്നത്, അതിനാണ് നമ്മളിതൊക്കെ അനുസ്മരിക്കുന്നത്, മഹാന്മാർ ചെയ്തു കാണിച്ചതുപോലെ. അല്ലാഹു റബ്ബി. നമ്മുടെ നാട്ടിലെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ മർക്കസിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഉസ്താദ് വഫാത്തായി. 52 കൊല്ലം ബഹുമാനപ്പെട്ടവർ മുദരിസാണ്, 16 കൊല്ലം ദർസിലും ബാക്കി വർഷങ്ങൾ ഇവിടെ മർക്കസിലും. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ 15,000-ലധികം വരുന്ന സഖാഫി പണ്ഡിതന്മാർ, ദർസ് നടത്തിക്കൊണ്ടുള്ള സമയത്ത് 100-ലധികം പണ്ഡിതന്മാർ. നിങ്ങൾ ഓർത്തു നോക്കി, നമ്മൾ ഒരു ഉസ്താദ് നാളെ ക്ലാരി ബാബ മുസ്ലിയാർ വഫാത്തായി. അയാൾ ഒറ്റ സ്ഥലത്ത് 55 കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ച ആളാണ്. ഒറ്റ സ്ഥലത്ത് 55 കൊല്ലം. അപ്പം ആ നാട്ടിൽ 60 വയസ്സ് മുതൽക്ക് ഇങ്ങോട്ട് താഴേക്കുള്ള എല്ലാ ആണും പെണ്ണും വജ്ജത്ത് ഓതുന്നുണ്ടോ? അതാര് പഠിപ്പിച്ചതാ? ഈ മൂല്യാർ പഠിപ്പിച്ചതാണ്. ഫാത്തിഹ ഓതുന്നുണ്ടോ? അതാര് പഠിപ്പിച്ചതാ? അല്ലാഹു റബ്ബി. ഒരു നിയ്യത്ത് അടക്കം, ഒരു കുനൂത്ത് അടക്കം ഒക്കെ ആ ഉസ്താദ് പഠിപ്പിച്ചതാണ്. ഞമ്മക്കൊന്നും പഠിപ്പിച്ച ഉസ്താദിനെ മറക്കാൻ കഴിയുമോ? ഞമ്മക്ക് അല്ലാഹു അക്ബർ എവിടുന്നേ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കിട്ടിയതാ, ഫാത്തിഹ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കിട്ടിയതാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ഉസ്താദന്മാരൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യണത് എന്ത് വിചാരിച്ചിട്ടാണ്? വലിയ ശമ്പളം അപ്പുറത്ത് കിട്ടും കരുതിയിട്ടാണ്. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. അപ്പം നമ്മളെ നാട്ടിൽ ഓരോന്നും പഠിപ്പിക്കാൻ എന്ത് വേണം? ആലിമീങ്ങൾ വേണം. ഇന്നത്തെ മുതഅല്ലിമീങ്ങൾ വളർന്നിപ്പോൾ ഈ ഓതി പഠിക്കണ കുട്ടികളാ. ഈ കുട്ടികളൊക്കെ വളർന്നു വന്നിട്ട് അവരൊക്കെ മുദരിസ്മാരാകും, അവരൊക്കെ ഖത്തീബാകും, അവരൊക്കെ മുഅല്ലിമാകും. നിയ്യത്ത് ചെയ്തിങ്ങാണ്ട് കുളിക്കേണ്ടത് അങ്ങനെ തന്നെ കുളിക്കണ്ടേ അല്ലേ? അല്ലാതെ ഇപ്പോൾ കുളത്തിൻ്റെ അടുത്ത് പോയി നിങ്ങാണ്ട് ഉയരട്ടെ അങ്ങനെ ഉയരട്ടെ പറഞ്ഞാൽ ജനാപത്തും അശുദ്ധിയൊന്നും ഉയരുമല്ലോ. ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമല്ലല്ലോ. അതിൻ്റെ നിയ്യത്ത് തന്നെ വേണ്ടേ? പണ്ടൊരു പെണ്ണുങ്ങൾ കുളിച്ചാൽ പോയി ഇങ്ങാണ്ട് ഫാത്തിമ ബീബി കുളിച്ച കുളി ഞാനും കുളിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും അതിന് കുളിൻ്റെ നിയ്യത്ത് തന്നെ ചെയ്യണ്ടേ? അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ആര് വേണം? കുട്ടികൾ വേണം. ഇവിടെ ഇപ്പോൾ ദാ ദഅ്വ കോളേജ് അൽഹംദുലില്ലാഹ് എത്ര ഉസ്താദന്മാർ? 3 ആളോ 5 ഉസ്താദന്മാർ. ഇപ്പോഴത്തെ ദഅ്വ കോളേജുകളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ? നമ്മളൊക്കെ സ്ഥാപനങ്ങൾ 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് 8ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി റെഗുലറായിട്ട് ക്ലാസ് കൊടുക്കും. 8, 9, 10, +1, +2. അതേപോലെ തന്നെ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി കഴിഞ്ഞ ശേഷം ഈ കുട്ടിക്ക് തന്നെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഏതിനെടുക്കാമോ? ഒരു അലിഗഡ് യൂണിവേഴ്സിറ്റി പോകണോ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോകണോ, അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി പോകണോ? അതിനൊക്കെ സൗകര്യം. അപ്പോൾ പുതിയ വർത്തമാനകാലത്ത് വളർന്നു വരുന്ന പുതിയ തലമുറ, ആ പുതിയ തലമുറയോട് സംസാരിക്കാൻ പറ്റാവുന്ന കഴിവും കെൽപ്പുമുള്ള പണ്ഡിതന്മാരെ വാർത്തവിടുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഒന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ. നാട്ടുകാരെ, ഉമ്മപങ്ങന്മാരെ, നിങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം, സഹായിക്കണം, കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മളെ വീടുകളിൽ ഇങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ പരിസരത്ത് ഇപ്പോൾ ഒരു 100 വീടുണ്ടെന്ന് വെച്ചോളി. ആ വീട്ടുകാർ വിചാരിച്ചാൽ ഈ കുട്ടിയൊക്കെ അസറിൻ്റെ ചായക്ക് കടി ഉണ്ടാക്കേണ്ടി വരില്ല. ആണോ? എത്ര കുട്ടികളുണ്ട് സാറേ? 50 കുട്ടികളും 5 ഉസ്താദന്മാരും. അപ്പം നമ്മൾ വീട്ടിൽ നെയ്യപ്പം ചൂടുമ്പം ഒരു 60 എണ്ണം ചൂടുക. എന്തിന്? ഒരു 60 നെയ്യപ്പം ഈ സ്ഥാപനത്തിൽ കൊടുത്തേക്കാം. എന്നാൽ കട്ടൻ ചായ വരുണ്ടായിക്കോളും, നെയ്യപ്പം കളഞ്ഞുപോയി. അപ്പം 50 എണ്ണം പോരെ? ഉസ്താദന്മാർക്ക് 2 എണ്ണം നിന്നോട്ടെ. അങ്ങനെയല്ലേ ഇതിൻ്റെ കണക്കില്ലേ? മുതഅല്ലിമീങ്ങൾ കുല്ലിലും കോമാങ്ങ, ഉസ്താദുമാർക്ക് 2 നാടൻ മാങ്ങ, ചെത്തിക്കൊടുത്താൽ കൂലിയുണ്ട് തമാമ. അത് പണ്ടേയുള്ള റിവായത്തിലുള്ളതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ സ്ത്രീകൾ എന്താ ഒരു പരിയിൽ നിന്ന് പ്രസവത്തിന് കൂട്ടാൻ പോവുക, മറ്റേ പരിയിൽ നിന്ന് പള്ള കാണാൻ പോവുക, മറ്റേ പ്രസവത്തിന് കുട്ടീനെ കാണാൻ വരിക. ഇതിനൊക്കെ എന്തുണ്ടാകും? നെയ്യപ്പം അല്ലെങ്കിൽ പിന്നെ ഏതപ്പം ഉണ്ടാവും? ഉണ്ണിയപ്പം ഉണ്ടാവും അല്ലേ? അത് പഴയ അമ്മമാർ പേരിട്ടതാണ് ഉണ്ണിയപ്പൻ. എന്താണെന്ന് വെച്ചാൽ ഉമ്മ നെയ്യപ്പം ചൂടിനെ കണ്ടുങ്ങാണ്ട് മകൾ ചുട്ടു നോക്കി. അപ്പം നോക്കുമ്പോൾ പറ്റ ചെറുതായി. അപ്പം അമ്മ കുറ്റം പറയാതെ അതിനൊരു പേരിട്ട് എൻ്റെത് ഉണ്ണിയപ്പാണ് കാരണം. അങ്ങനെയാണ് ആ പേര് വന്നത്. അത് കണ്ടുങ്ങാണ്ട് മരുവോളൊന്നും ഉണ്ടാക്കി നോക്കി. നോക്കുമ്പോൾ അത് അപ്പം തന്നെ ആയില്ല. അപ്പോൾ പറഞ്ഞാൽ എൻ്റെത് കുഞ്ഞപ്പാണ്. അപ്പം പഴയ കാലത്തെ അമ്മമാരൊക്കെ മനഃശാസ്ത്രപരമായിട്ടാണ് മക്കളെയും മരുക്കളെയൊക്കെ പോറ്റുക. എൻ്റെ അമ്മാക്കും പാപ്പാക്കും ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. താഴ്ന്ന് മേലക്കണ്ണിയാലും 5ാമത്തെ ആളാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 5ാമത്തെ ആളാണ്. അപ്പം എൻ്റെ പെണ്ണുങ്ങൾ ഉമ്മാക്ക് സുഖമില്ലാതെ ആയപ്പോൾ ഓള് ഭയങ്കര സംരക്ഷണം.
അപ്പം ഞാൻ ചോദിച്ചു, എന്താ എനിക്ക് ഉമ്മാനോട് ഇത്ര ഇതെന്ന് ചോദിച്ചു. ഉമ്മ എന്നോട് എപ്പോഴും സ്വകാര്യം പറയും, എൻ്റെ മരക്കളെ കൂട്ടത്തിൽ എന്നോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നോക്കുമ്പോൾ ഉമ്മ അത് എല്ലാ മരക്കളോടും പറഞ്ഞേക്കണേ, ഇവളോട് പറഞ്ഞതേ ഓളറിയുള്ളൂ. അതാണ് പണ്ടത്തമ്മാർ, അതാണ് പണ്ടത്തമ്മാർ. എല്ലാ മരക്കളെയും കൂട്ടിപ്പിടിച്ച് മക്കളെയും മരക്കളെയൊക്കെ ഒരുമിച്ച് എന്തൊക്കെ അന്നത്തെ അമ്മാരാണ്. അല്ലാ, ആ അമ്മാർക്കൊക്കെ നീ ഖബർ സ്വർഗ്ഗമായി കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, പടച്ചോനെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അപ്പം നമ്മൾ ഓർമ്മിക്കണം, നമ്മളൊക്കെ അമ്മാരും ബാപ്പാരും ഒക്കെ ആയ ആൾക്കാർ പഴയ കാലം നമ്മളെ ബുറൈമിയാണ്. അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഇവിടെ അടുത്തല്ലേ വീട്, ഞാൻ ബെന്നിൻ്റെ മുമ്പ് വരേണ്ട ആളാണ്. അള്ളാഹു ഖൈറ് തരട്ടെ. ഇവരൊക്കെ ഗൾഫിൽ നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ്. ഒമാൻ്റെ ഒരു പ്രത്യേക പ്രവിശ്യയാണ് ഇത് ബുറൈമി. അവിടുന്ന് കൂക്കിയാൽ കേൾക്കും എവിടേക്ക്, അല്ലൈനിലേക്ക്, അല്ലൈനിൽ നിന്ന് വാങ്ങി കൊടുത്താൽ കേൾക്കും കേട്ട്, മനസ്സിലായില്ലേ? അവിടെ നല്ല സേവനം ചെയ്തിരുന്ന ആളാണ് ആചാര്യ. അള്ളാഹു ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. അവിടെ നമ്മളെ ബാക്കവിസ്താദൊക്കെ ഉണ്ട്, വലിയ ഖൈർ അള്ളാഹു കൊടുക്കട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നാൽ അള്ളാഹ് കാക്കട്ടെ, ഒരു ICUവിൽ കിടക്കേണ്ടി വന്നാൽ അള്ളാഹ് കാക്കട്ടെ, സുഖമില്ലാതെ വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ അള്ളാഹു കാക്കട്ടെ. അപ്പം ഇങ്ങനെ ഓർക്കുമ്പോൾ പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഖബറിൽ ചെല്ലുമ്പോൾ എനിക്കെന്തെങ്കിലും ഉണ്ടാകുമോ? അൽഹംദുലില്ലാഹ്, ഞാനെന്നാ യത്തീം കുട്ടിനെ കെട്ടിച്ചിണീന് കൊടുത്തേക്കണേ, അന്ന് ആ കിഡ്നി മാറ്റി വെക്കണേന് ഞാൻ കൊടുത്തേക്കണേ, അന്ന് ആ പള്ളിൻ്റെ വിഷയത്തിന് വന്നപ്പോൾ അതിന് ഞാൻ കൊടുത്തേക്കണേ എന്നിങ്ങനെ ഓർക്കാൻ നമ്മളെ ജീവിതത്തിൽ വേണം. പടച്ചോനെ, എനിക്ക് മരിച്ചു എന്നാൽ വല്ലതും ഉണ്ടാകുമോ? അൽഹംദുലില്ലാഹ്, ഞാൻ കുറേ കുൽഹു അല്ലാഹു ഓതിക്കണേ, ഞാൻ കുറേ കുൽഹു അല്ലാഹു ഓതിക്കണേ. ഓതണം എന്നെങ്കിലേ ആലോചിച്ചാൽ കിട്ടുള്ളൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ ഒട്ടേറെ സ്വഹാബാക്കൾക്ക് റസൂലുള്ള ജനാസ നിസ്കരിച്ചിരിക്കണേ. പക്ഷെ ഒരു സ്വഹാബിൻ്റെ ജനാസ, ആ ജനാസ നിസ്കരിക്കാൻ വേണ്ടി നബി തങ്ങൾ നിസ്കാരത്തിന് ഇങ്ങനെയാണ് നിന്നപ്പോൾ പടപട പടപടപടോ ആകാശലോകത്ത് വാതിൽ തുറന്ന് മലായിക്കത്ത് പെട്ടെന്ന് കുരുകുരാ വന്നു. തുരുതുരാ മലക്കുകൾ ഒന്നായിട്ട് നിറഞ്ഞു. ജന്നത്തുൽ ബഖീ മൈതാനി മുഴുവനും മലക്കുകളായി. അള്ളാഹു റസൂൽ അത്ഭുതപ്പെട്ടു, ഇതെന്തൊരു മലക്കുകളാണ്. റസൂലുള്ളാഹി അല്ലാഹു അക്ബർ ജനാസ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ജിബ്രീലിനോട് ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, എന്താണ് ഇന്നത്തെ നിസ്കാരത്തിന് ഇത്രയധികം മലക്കുകൾ വരാൻ കാരണം? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഈ സ്വഹാബി ഉണ്ടല്ലോ, മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു, വലിയ പ്രഗത്ഭനായ സ്വഹാബിയാണ് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പേരറിയാത്തവർ ഒറ്റ മലക്കും ആകാശലോകത്തില്ല. എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം, എല്ലാവർക്കും അദ്ദേഹത്തോട് ഇഷ്ടമാണ്. അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മലായിക്കത്തൊക്കെ അള്ളാഹിനോട്, പടച്ചോനെ, ഞങ്ങളും നിസ്കാരത്തിന് പോട്ടെ എന്ന് ചോദിച്ചു. അള്ളാഹു തആല സമ്മതം കൊടുത്തു. അതാണ് ഇത്രയധികം മലക്കുകൾ. റസൂലുള്ളാഹി ചോദിച്ചു, ഇയാൾക്ക് മറ്റാർക്കും ഇല്ലാത്ത പ്രത്യേകത എന്താണ്? മറ്റാർക്കും ഇല്ലാത്ത ഗുണം ഇദ്ദേഹത്തിന് എന്താണ്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പോലെ കുൽഹു അല്ലാഹു അധികമായി ഓതിയ ഒരാൾ ഈ ലോകത്ത് വേറെയില്ല. നിങ്ങളെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുൽഹു അല്ലാഹു ഓതിയ ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. കുൽഹു അല്ലാഹുവിനെ നീ മഹബ്ബത്ത് വെച്ചോ, കുൽഹു അല്ലാഹു നിന്നെ സ്വർഗത്തിലെത്തിക്കും. മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ആലോചിക്കണം, പടച്ചോനെ, എൻ്റെ ജീവിതകാലത്ത് ഞാൻ എന്തേ ചെയ്ത്? അൽഹംദുലില്ലാഹ്, ഞാൻ 1,00,000 കുൽഹു അല്ലാഹു ഓതിയിട്ടുണ്ട്. അതെനിക്കൊരു സമ്മാനമായിട്ട് ഉണ്ടാകുമല്ലോ. സമാധാനിക്കാൻ വേണം. വെന്റിലേറ്ററിൽ കിടക്കുമ്പം, ICUവിൽ കിടക്കുമ്പം, സുഖമില്ലാതെ കിടക്കുമ്പം, വയസ്സായിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്വന്തം ഇങ്ങനെ ആലോചിച്ചാൽ ഒരു സമാധാനം വേണം. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ധാരാളമായി കുൽഹു അല്ലാഹു ഓതിയ സ്വഹാബി കണ്ട നിങ്ങൾ. നമ്മളൊക്കെ കുൽഹു അല്ലാഹു വർദ്ധിപ്പിക്കണം. 1,00,000 കുൽഹു അല്ലാഹു നമ്മളൊക്കെ ഹയാത്ത് കാലത്ത് ഓതണം. പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, ദിവസവും കുൽഹു അല്ലാഹു ഓതണം. ഒരു കുൽഹു അല്ലാഹു 10 ജുസ്ഇന്റെ സ്ഥാനത്താണ് 3 കുൽഹു അല്ലാഹു ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കുൽഹു അല്ലാഹു നമ്മളൊക്കെ ഹയാത്ത് കാലത്ത് ഓതണം. 1,00,000 കുൽഹു അല്ലാഹു നാം ഓതുക. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളൊക്കെ സുഖമില്ലാതെ കിടക്കാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആലോചിച്ചാൽ എന്താണ് നമ്മുടെ സമ്പാദ്യം? ആ സമ്പാദ്യം നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുൽഹു അല്ലാഹു ഓതിയ സ്വഹാബിയാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്തിൻ നജ്ജാഹു. ജീവിതകാലത്ത് 70,000 സ്വന്തം ചെല്ലണം. 70,000 ദിക്ർ പറഞ്ഞാൽ നമുക്ക് ഏതാ ഓർമ്മ വരിക?
മരിച്ചതിന് ശേഷം നമ്മളെ പേരിലൊക്കെ 70,000 ചെല്ലലില്ലേ? ഇവിടെ ഉണ്ടോ? അത് നമുക്ക് ബോണസും അലവൻസൊക്കെ ആയി കിട്ടിക്കോട്ടെ, മനസ്സിലായോ? ആരെങ്കിലുമൊക്കെ ചെല്ലും എഴുതി കാത്തിക്കണ്ട, അവനാ ചെല്ലുക. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, മയ്യത്ത് മുന്നിൽ വെച്ചുകാണ്ട് മൂല്യർക്കൊരു പറയല് അല്ലേ? ഈ മരിച്ച ആൾ പിരാക്കൊമ്പത്തെ ചേക്കുട്ടിയാജിയാണ് മരിച്ചത്. ഇയാൾ ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് നടന്നിന് ആളാണ്. ഇയാളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഹക്കടപാടുണ്ടെങ്കിൽ, ഒരു വള്ളിക്കെന്ന് പറഞ്ഞു ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദാലിനോട് ചോദിക്കണം എന്നാണ്. അത് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ സ്വപ്ന ഒരാളാണ് മുഹമ്മദാലി, ഓൻ തരാനുള്ളത് തന്നാൽ മതി. ഇനിയാണ് മുഹമ്മദാലിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട, അവനാൻ തന്നെ ഒക്കെ ഒന്ന് ഒരുങ്ങിക്കോളി. മരിച്ചതിൻ്റെ ശേഷം 70,000 ദിക്റൊക്കെ ചൊല്ലിയിട്ട് നാട്ടിൽ നടക്കും. അത് നമുക്ക് അലവൻസും ബോണസും ഒക്കെ കിട്ടുന്നതാണ്, എത്രയും കിട്ടിക്കോട്ടെ. പക്ഷെ നമ്മളെ ജീവിതകാലത്ത് നമ്മളൊന്ന് ചെല്ലണം. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണോ ചെല്ലിയത് അവൻ്റെ ഖബറിലേക്ക് നരകത്തിൻ്റെ പുക പോലും വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്തുൻ നജ്ജാഹു. മഹാന്മാരൊക്കെ ഇങ്ങനെ നോക്കിയാൽ കേൾക്കണമെങ്കിൽ അടുത്ത കാലത്ത് വഫാത്തായി നമ്മളെ കളന്തോട് കരീം ഉസ്താദ് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് 70 പ്രാവശ്യം ചൊല്ലി തീർത്ത ആളാണ്. ഒരു 70,000 ചൊല്ലി ദ്വാരന്, രണ്ടാമത് 70 ചൊല്ലി, മൂന്നാമത് 70 ചൊല്ലി, അങ്ങനെ എത്ര ചൊല്ലി? 70,000. അങ്ങനെ എത്ര ആളുകളുണ്ട്? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൽപ്പെട്ട മഹാന്മാർ എത്ര അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത്? ലക്ഷക്കണക്കിന്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പ താജുൽ ഉലമ ഒരു റമളാനു ശരീഫിൽ മാസപ്പിറവി ഉറപ്പിക്കുന്നതിൻ്റെ മുമ്പ് മക്കത്തെത്തി. 10 ദിവസം മക്കത്ത് നിന്നു, പിന്നെ 10 ദിവസം മദീനത്ത് നിന്നു, പിന്നെ 10 ദിവസം എവിടെ വന്നു? വീണ്ടും മക്കത്ത് വന്നു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കഅബത്ത് നിന്ന് പുറത്തു വന്നത്. ഒരു മാസം മസ്ജിദുൽ ഹറാമിലും മദീനത്തും രണ്ടിടത്തും എഴുത്തിക്കാപ്പിലിരുന്നു, കഅബത്തെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. എന്നിട്ട് എന്ത് ചൊല്ലി? അസ്മാഉൽ ഹുസ്ന റിയാള വീടി. അങ്ങനെ അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു 1,00,000. അർ-റഹ്മാനു ജല്ല ജലാലു, അർ-റഹ്മാനു ജല്ല ജലാലു, അർ-റഹ്മാനു ജല്ല ജലാലു, അർ-റഹ്മാനു ജല്ല ജലാലു 1,00,000. അർ-റഹീമു ജല്ല ജലാലു, അർ-റഹീമു ജല്ല ജലാലു, അർ-റഹീമു ജല്ല ജലാലു. ഓരോന്നും ജലാലത്ത് ചേർത്തിട്ട് ഓരോരോ ലക്ഷം. 99 99 ലക്ഷം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000. 1 കോടി പ്രാവശ്യം നോമ്പ് നോറ്റ് മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും മസ്ജിദുൽ ഹറാമിലും അതുപോലെ തന്നെ മദീന പള്ളിയിലും എഴുത്തിക്കാത്തിരുന്നുകൊണ്ട് 1 കോടി പ്രാവശ്യം ദിക്ർ ചൊല്ലി തീർത്തു. അതാണ് താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ. നമ്മൾ മഹാന്മാരെ പറ്റി ഓർക്കണം പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ജീവിതത്തിൽ ചെയ്തു വെച്ചത്, അവരുടെയൊക്കെ റൂഹ് അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനത്തെ നല്ല മനുഷ്യന്മാരെ റൂഹ് നമ്മളെ ജവനിന്ന് വെള്ളം പോണ മാതിരി, ജവനയിലെ വെള്ളം ഒന്നിങ്ങനെ ചെരിച്ചു പിടിച്ചാൽ വെള്ളം കളകളകളകളാന്ന് പുറത്തേക്കാണ് പോകും അല്ലേ? അല്ലാഹു റബ്ബി. അതേ സമയത്ത് ദോഷിയായ മനുഷ്യനാണെങ്കിലോ അസ്രായീലിനെ കാണുമ്പോഴേക്കും നമ്മളെ റൂഹ് കയറി ഒളിക്കും. ശരീരത്തിൽ എവിടെയോ പോയി ഒളിച്ചു. പോലീസിനെ കണ്ട കള്ളൻ അകത്ത് കയറി ഒളിച്ചു അല്ലേ? എന്ത് ചെയ്തു? ബെഡ്റൂമിൽ കയറി, അവിടുന്ന് ബാത്റൂമിൽ കയറി. പിന്നെ പോലീസ് എന്ത് ചെയ്യേണ്ടി വരും? വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകേണ്ടി വരും അല്ലേ? അല്ലാ, ദോഷിയായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ റൂഹ് അസ്രായീലിനെ കാണുമ്പോഴേക്ക് ഓടി ഒളിക്കും. പിന്നെ ശരീരത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുകൊണ്ടുവരും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നമ്മൾ ഈ അനുസ്മരണങ്ങളൊക്കെ എന്തിനാണെന്നറിയോ? മഹാന്മാരെ പിൻപറ്റി നമ്മളെ ജീവിതം നന്നാക്കണം. അതിനാണ്. അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ.